പ്രിയപ്പെട്ട സഹകരണ വീക്ഷണം കൂട്ടായ്മയിലെ അംഗങ്ങളെ, വളരെ നമ്മുടെ CSEB നടത്തുന്ന സഹകരണ സംഘം ജീവനക്കാരുടെ 2 ക്വാളിഫൈ എക്സാമുകളാണ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള യോഗ്യതാ പരീക്ഷയ്ക്ക് നമ്മുടെ സഹകരണ വീക്ഷണത്തിൻ്റെയും കേരളത്തിലെ സഹകരണ കൂട്ടായ്മയായിട്ടുള്ള സഹകരണ വീക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ SB അക്കാദമി കഴിഞ്ഞയുമായി സംയുക്തമായിട്ട് നടത്തുന്ന ട്രെയിനിങ് ക്ലാസിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 27-ാം തീയതി വരെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ക്ലാസ്സുകൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ഇന്നത്തെ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ICM-ന്റെ മുൻ ഡയറക്ടറായിട്ടുള്ള ME ശശികുമാർ സാറാണ്. സാറിന് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. സഹകരണ വീക്ഷണം കൂട്ടായ്മയായിട്ട് സഹകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശശികുമാർ സാർ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളുമായി നമ്മൾ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അകമഴിഞ്ഞ പിന്തുണയാണ് നമുക്ക് തരുന്നത്. ശശികുമാർ സാറാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതിന് ശേഷമുള്ള ക്ലാസ് അല്ല, ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. എങ്ങനെയൊക്കെയാണ് CSEBയുടെ എക്സാമും മറ്റുള്ള കാര്യങ്ങളും എഴുതുന്നത് എന്ന്, എങ്ങനെ വേണം നമ്മളതിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് നടത്തുന്ന കൊല്ലത്തുള്ള നമ്മുടെ സഹകരണ വകുപ്പിലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാറായി റിട്ടയർഡ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട K. ജയകുമാർ സാറാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സഹകരണ ഫാക്കൽറ്റി ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ കഴിഞ്ഞ തവണ 2 ട്രെയിനിങ് പ്രോഗ്രാമുകൾ സഹകരണ വീക്ഷണവും അതുപോലെ തന്നെ SB അക്കാദമിയും സംയുക്തമായി നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നേതൃത്വം നൽകിയത്. മികച്ച വിജയമാണ്. ഏകദേശം ഇത്തവണ എനിക്ക് തോന്നുന്നു അഡ്മിഷനും മൊത്തത്തിലുള്ള എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഇത് നമ്മുടെ കോച്ചിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 300ഓളം ആളുകളാണ് സബ് സ്റ്റാഫും അസിസ്റ്റന്റ് സെക്രട്ടറി യോഗ്യതാ പരീക്ഷയും കൂടെ എഴുതിയത്. സബ് സ്റ്റാഫ് വിഭാഗത്തിൽ നമ്മുടെ സംസ്ഥാന തലത്തിൽ എക്സാം എഴുതിയവർ 837 ആയിരുന്നു. അതിനകത്ത് വിജയികളെന്ന് പറയുന്നത് 705 പേരോളമാണ്. സഹകരണ വീക്ഷണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ 255 പേർ സബ് സ്റ്റാഫ് വിഭാഗത്തിൽ എക്സാം എഴുതിയിരുന്നു. അസിസ്റ്റന്റ് അതിൽ 252 പേരും വിജയിച്ചു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ എക്സാമിനകത്താണെങ്കിൽ 76 പേര് സഹകരണ വീക്ഷണം പ്ലാറ്റ്ഫോം SB അക്കാദമി സംയുക്തമായിട്ടുള്ള പഠന ക്ലാസ്സിൽ എക്സാം എഴുതിയിരുന്നു. അതിൽ 74 പേരും, അതായത് 98% അസിസ്റ്റന്റ് സെക്രട്ടറിയിലും 99% സബ് സ്റ്റാഫ് വിഭാഗത്തിലും നടന്ന യോഗ്യതാ പരീക്ഷയിൽ നടന്ന മികച്ച വിജയമാണ് സഹകരണ വീക്ഷണവും SB അക്കാദമിയും സംയുക്തമായി നടത്തിയ കോച്ചിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 തവണ എക്സാം നടത്തി. അതിന് മുന്നേ നമ്മൾ വേറൊരു ഉണർവ് കൺസൾട്ടൻസിയുമായിട്ടായിരുന്നു. അപ്പം ആരൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി നമ്മൾ സംയുക്തമായി നടത്തിയാലും സഹകരണ വീക്ഷണത്തിന്റെ കൂട്ടായ്മയുടെ അഡ്മിൻ പാനൽസ് ആ ക്ലാസ്സുകൾ നിരീക്ഷിക്കുകയും തുടർന്നുള്ള പല പ്രോഗ്രാമുകളും ചാർട്ട് ചെയ്ത് അക്കാദമിയോടൊപ്പം തന്നെ മറ്റുള്ള സഹായങ്ങൾ ചെയ്തു തരും. അതുകൊണ്ടാണ് ഇത്രയും മികച്ച വിജയങ്ങൾ കഴിഞ്ഞ 2 തവണ എക്സാം നടത്തിയപ്പോഴും സംയുക്തമായി നടത്തിയപ്പോഴും ഉണ്ടായിട്ടുള്ള മോണിറ്ററിംഗ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അഡ്മിൻസ് വളരെ കൃത്യമായി ചെയ്യും. അപ്പൊ നമ്മുടെ അഡ്മിൻ പാനലിൽ നിന്ന് നമ്മുടെ ശ്രീജിത്ത് മുല്ലശ്ശേരി സാറ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ സോന സദാശിവൻ, നമ്മുടെ സഹകരണ വീക്ഷണത്തിന്റെ നമ്മുടെ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന SB അക്കാദമിയുടെ PRO ആയി ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന സോനയാണ്. സോന സദാശിവനെയും ഉൾപ്പെടെയുള്ളവർ ആണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് വേണ്ട ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുന്നത്. അപ്പം ഔപചാരികതയുടെ പേരിൽ മാത്രം ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശശികുമാർ സാറിനെ ക്ഷണിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് എന്നെയും അതുപോലെ ബാക്കിയുള്ളവരെയും വളരെ വിശദമായി സ്വാഗതം ചെയ്ത സഹകരണ വീക്ഷണത്തിന്റെ നെടുന്തൂണായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അരുൺ ശിവാനന്ദൻ, ഇന്നത്തെ ഈ ക്ലാസ് നയിക്കുന്ന
അസിസ്റ്റന്റ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള ശ്രീ ജയകുമാർ, സാറിന്റെ വീക്ഷണത്തിന്റെ അഡ്മിൻ കോർഡിനേറ്റേഴ്സിൽ സുപ്രധാനമായിട്ടുള്ള ശ്രീ ശ്രീജിത്ത് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. എസ് വി അക്കാഡമിയെ സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ് വി അക്കാഡമിയുടെ കോർഡിനേറ്റർ PRO സോന സദാശിവൻ മാഡം, അതുപോലെ തന്നെ സാറിന്റെ വീക്ഷണത്തിന്റെ മറ്റ് ഉത്തരവാദപ്പെട്ടവരൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ ഉണ്ടാവാൻ തോന്നുന്നു. അത് സർവോപരി ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ വളരെ ബ്യൂട്ടിഫുള്ളാക്കി മാറ്റാൻ വേണ്ടി പങ്കെടുക്കുന്ന പഠിതാക്കളെ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദീർഘമായ പ്രഭാഷണത്തിന് സമയമല്ല ഇത്. കാരണം ശ്രീ ജയകുമാർ അവരുടെ റിസോഴ്സുമായി കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. ആ റിസോഴ്സിനെ നേടാൻ വേണ്ടി മറ്റൊരു വശത്ത് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വിദ്യാർത്ഥി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് എംപ്ലോയി വിദ്യാർത്ഥിയാണ് അല്ലെ, എംപ്ലോയി സ്റ്റുഡൻ്റ് ആണ്. എന്തായാലും സർവീസിൽ ഇരിക്കെ തന്നെ പഠിതാക്കളാവുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് ആശംസിച്ചുകൊണ്ട്, എന്തായാലും ഒരു ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ എനിക്ക് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. എൻ്റെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഈ വേള ഉപയോഗിക്കാം. അതിനു മുന്നേ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം വെച്ചാൽ സഹകരണ വീക്ഷണത്തെ കഴിഞ്ഞ 1 വർഷത്തിലധികമായി നമ്മളെല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീക്ഷണത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളുടെ രീതിയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഒരു നല്ല രീതിയിലെ ഇടപെടലാണെന്ന് വേണം പറയാൻ സാധിക്കും. മേഖലയിലെ വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കാൻ ഈ കഴിഞ്ഞ ചെറിയൊരു കാലയളവിനുള്ളിൽ ആ ഒരു സംവിധാനത്തെ സാധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു പ്രസ്ഥാനമായി വളരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പരിപാടിയെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രസക്തി എന്താണെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാല്, ഞാനിപ്പോഴും പറയാറുണ്ട്, എൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, കേരളം എന്നും അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കേരളം നമ്പർ 1 ആണ്. A കാര്യത്തിൽ, B കാര്യത്തിൽ, C കാര്യത്തിൽ, D കാര്യത്തിൽ, അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ നമ്പർ 1 ആണെന്ന് അവകാശപ്പെടാറുണ്ട്. അത് നമ്മുടെ സർക്കാരുകൾ പറയാറുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയാറുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചില കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. എന്നാലും അതിലൊക്കെ ചില വിഷയങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ആ രീതിയിൽ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന സമയത്ത് നമുക്ക് ആ നമ്പർ 1ന്റെ കൂടെ ഒരു നമ്പർ 1 കൂടി ചേർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ നമ്പർ 1 വേറൊന്നുമല്ല, കേരള വികസന മാതൃകയിലെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ആയുർദൈർഘ്യത്തിലൊക്കെ നമ്മൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത് തന്നെ ആ വികസന മോഡലിനെ ഡിസൈൻ ചെയ്യുന്നതിൽ നമ്മുടെ മേഖലയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയ്ക്ക് വലിയൊരു റോൾ അവിടെയുണ്ട്. അത് മാറ്റി നിർത്തിക്കൊണ്ടൊന്നും നമുക്ക് കേരളത്തിന്റെ വികസനത്തെ പറ്റിയും വികസന മാതൃകയെ പറ്റി സംസാരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സഹകരണ മേഖല ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ തെളിവാണ് നമ്മൾ എപ്പോഴും ചില ഗണപരമായ കാര്യങ്ങളൊക്കെ പറയും. ക്വാണ്ടിറ്റേറ്റീവ് വളർച്ചയെ പറ്റിയൊക്കെ പറയാറുണ്ട്. കേരളത്തിൽ ഇത്ര 1000 കണക്ക് സംഘങ്ങളുണ്ട്, 23,000 സംഘങ്ങളുണ്ട്, RCS ഇത്ര സംഘങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാം. ആ ഒരു ഗണപരമായ വളർച്ച അതിന്റെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ നമ്മുടെ മേഖലയ്ക്ക് സാധിച്ചു എന്നുള്ളത് എല്ലാം അറിയുന്നതാണ്. ഒരു കാര്യം പറയാം, ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഗണപരമായ വളർച്ചയെ പറ്റി സൂചിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഏവരും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശീയ സഹകരണ നയമുണ്ട്, NCP, നാഷണൽ കോപ്പറേറ്റീവ് പോളിസി. ആ നാഷണൽ കോപ്പറേറ്റീവ് പോളിസിയിൽ മുന്നോട്ട് വെച്ച അതിന്റെ 6 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. നമ്മളതിന് പില്ലേഴ്സ് എന്നാണ് പറയുന്നത്, 6 പില്ലേഴ്സ്. ആ 6 പില്ലേഴ്സിനെ നമ്മളൊന്ന് വെറുതെ അതൊന്നും ഒരു പരിശോധിക്കാനോ അല്ലെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത് എനിക്കറിയാം. എങ്കിലും അതിലുപയോഗിച്ച പദങ്ങൾ, ആ പദങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. എന്താണ് നമ്മുടെ ഇതിന്റെ അടിസ്ഥാനം, ഇതിന്റെ ഫൗണ്ടേഷൻ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറയുമ്പോൾ, ഈ മേഖലയ്ക്ക് വൈബ്രൻസി ഉണ്ടാവണം, ചടുലത ഉണ്ടാവണം എന്ന് പറയുമ്പോൾ, അത് ഭാവിയുടെ കാര്യങ്ങൾക്ക് സജ്ജമാവണം, ഫ്യൂച്ചർ റെഡി ആവണം എന്ന് പറയുമ്പോൾ, അതിന്റെ റീച്ചും അതിന്റെ ഡെപ്തും കൂടണം എന്ന് പറയും, ഇൻക്ലൂസിവിറ്റി ഒക്കെ ഉൾച്ചേർക്കലൊക്കെ കൂടണം എന്ന് പറയുമ്പോൾ, അതിന് ന്യൂ സെക്ടേഴ്സിലേക്കും പുതിയ എമർജിങ് മേഖലയിലേക്കും കടന്നു വരണം എന്നൊക്കെ പറയുമ്പോൾ, 6ാമത് പറയാണ് എന്താണ്, പുതിയ യൂത്തിനെ, പുത്തൻ തലമുറയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ. അപ്പൊ ഈ പറയുന്ന 6 വിഷയങ്ങളില് ഏറെക്കുറെ മുന്നേറിയ ഒരു സംസ്ഥാനമാണ് നമ്മൾ. ഞാൻ നമ്പർ 1 ഉദ്ദേശിച്ച ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു. ഈ പറഞ്ഞ 6 പില്ലേഴ്സ് ദേശീയ സഹകരണ നയത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നതിന് എത്രയോ വർഷം മുന്നേ തന്നെ ഇതിലെ പല കാര്യങ്ങളും നമ്മൾ നേടിയവരാണെന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്.
അപ്പൊ ആ ക്വാണ്ടിറ്റേറ്റീവ് ഗുണപരമായ വളർച്ചയുടെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി, ആ നമ്പർ 1 ഗുണപരമായി മാത്രം വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതിലൊരു ഗുണപരതയുടെ ഘടകം കൂടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 2010 ഒരു ഭേദഗതി, ജയകുമാർ സാറ് നിയമവും അതിന്റെ കാര്യങ്ങളൊക്കെ ഈ സെഷന്റെ ഭാഗമായി പ്രതിപാദിക്കുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാനുള്ള ആളുമല്ല. പക്ഷെ 2010 റൂൾ 185(1) ഭേദഗതി എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. എന്താ പറഞ്ഞത്? എല്ലാ ജീവനക്കാരും 3 വർഷത്തിലൊരിക്കൽ പരിശീലന വിധേയമാണെന്നുള്ള ആ ഒരു നിഷ്കർഷ നമുക്ക് വന്നത് തന്നെ നമ്മുടെ മേഖലയുടെ ഗുണപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടലായിരുന്നു. അതിന് സൂപ്പർവൈസറി കേഡറിന് 6 ദിവസം എന്നും മിനിസ്ട്രിയൽ കേഡറിന് 5 ദിവസം എന്നും സബ് സ്റ്റാഫിന് 3 ദിവസം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുന്നു. അതിന് പ്രത്യേക സിലബസ് സെറ്റ് ചെയ്യുന്നു. അതിന്റെ ഉത്തരവാദപ്പെട്ട എക്സ്പെർട്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള സിലബസ് സെറ്റിംഗ് നടന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 15-16 വർഷത്തിൽ കടന്നിരിക്കുകയാണ്. ഈ കാലം അത്രയും എനിക്കൊന്ന് കേരളത്തിലെ ഒരു ഭൂരിപക്ഷം വരുന്ന അതിലാരും ഒഴിവാകാൻ സാധ്യതയില്ല. കാരണം ഇൻസ്പെക്ടേഴ്സും ഓഡിറ്റേഴ്സും ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്തും ഓഡിറ്റ് ചെയ്യുന്ന സമയത്തും പോയിന്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജീവനക്കാർ നിർബന്ധമായും അതിൽ പോയിട്ടുണ്ടാവും. അത് റൂൾ 185(1) ഉള്ളതുകൊണ്ട് മാത്രം നടന്ന ഒരു കാര്യമാണ്. അത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്തും അവർക്ക് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യുന്ന സമയത്തും ആ രീതിയിലുള്ള കൃത്യമായ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ ഭരണസമിതി അവരെ നിയോഗിക്കാൻ താല്പര്യപ്പെടുന്നു. ജീവനക്കാർ അതിന് സ്വമേധയാ പോകാൻ തയ്യാറാവുന്നതാണ്. ആ രീതിയിലൊരു മാറ്റം നമ്മുടെ മേഖല 15 വർഷം മുന്നേ നടന്നപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ICM ഡയറക്ടർ റോളിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ 13 വർഷക്കാലം ഞാൻ ICM ഡയറക്ടറായി കണ്ണൂരിലും 2 വർഷക്കാലം തിരുവനന്തപുരത്തും വർക്ക് ചെയ്യുമ്പോൾ ഈ 15 വർഷത്തിനുള്ളിൽ എൻ്റെ സിസ്റ്റർ കൺസേൺസ് ആയിട്ടുള്ള മറ്റ് സ്റ്റേറ്റിലെ ICM എന്നൊക്കെ കോൾ വരാറുണ്ട്. എന്താ കോൾ? ശശികുമാർ സാർ, നമുക്ക് ആ റൂൾ 185(1) എന്ന് നിങ്ങൾ പറയുന്ന ആ പേജ് ഒന്ന് അയച്ചു തരണം എന്ന് പറയും. നമ്മുടെ സെക്ഷൻ 80 അതൊന്ന് അയച്ചു തരണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗുണപരമായ വളർച്ചയുടെ കൂടെ നമ്മുടെ പ്രൊഫഷണലിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഗുണപരതയുടെ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് 15 വർഷം മുന്നേയുള്ള ആ നീക്കത്തെ ആര് ശ്രദ്ധിച്ചു? മറ്റു സംസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ അവരൊക്കെ അത് പല സമയങ്ങളിലാണ് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ അയച്ചു കൊടുത്തു. പക്ഷേ പറയട്ടെ, ഒരു സ്റ്റേറ്റും, കേരളം ഒഴിച്ചുള്ള മറ്റൊരു സ്റ്റേറ്റും ഇതുവരെയും പരിശീലനം നിർബന്ധമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞത്. നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ വിഷയത്തിലാണ്. അത് 15 വർഷം പിന്നിടുമ്പോൾ ഇതാ 2025 നമ്മൾ പുതിയൊരു ഭേദഗതി കൂടി കൊണ്ടുവന്നല്ലോ. ജയകുമാർ സാറിന് അറിയാം അല്ലെ? റൂൾ 50A പ്രകാരം ഭരണസമിതിക്കും പരിശീലനം നിർബന്ധമായി എന്നുള്ളതാണ്. എന്തായാലും അറിയാം അതിന് നിർബന്ധിക്കപ്പെട്ട ഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മറ്റാരും കൊണ്ടുവരാതെ മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തുന്ന ഒരു നീക്കം, ഇടപെടൽ ഇവിടെ ഉണ്ടായി എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും റൂൾ 185(1) പ്രകാരമുള്ള ഒരു പ്രോഗ്രാം അല്ല ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. റൂൾ 50A പ്രകാരമുള്ള പ്രോഗ്രാം അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷെ ആ സെക്ഷൻ 80 ജീവനക്കാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പുതിയ തസ്തികയിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ കുറച്ചു കാലമായി. ഇപ്പോ ഇന്നലെ ഒരു സംഭവം നടന്നു. ഇന്നലെ എക്സാമിനേഷൻ ബോർഡിന്റെ 25ാം വാർഷികം നടന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ നോക്കണേ, 25 വർഷം മുന്നേ നമ്മൾ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയ സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് PSCയിലേക്ക് ഫെഡറേഷന്റെ റിക്രൂട്ട്മെന്റും ഡിസ്ട്രിക്ട് ലെവൽ ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റും ഒക്കെ PSCക്ക് വിടുകയും പ്രാഥമിക തലത്തിലുള്ളത് എക്സാമിനേഷൻ ബോർഡിലേക്ക് വന്ന ഈ കഴിഞ്ഞ ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ ആ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ഞാൻ നേരത്തെ ഉപയോഗിച്ച 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഗുണപരമായ വളർച്ചയുടെ കൂടെ ഗുണപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. എന്തായാലും അവിടെയാണ് ഈ എക്സാമിനേഷൻ ബോർഡ് വഴിയോ അല്ലെങ്കിൽ അതുപോലെ ഏജൻസി വഴിയോ നമുക്ക് ജീവനക്കാർക്ക് പ്രൊമോഷൻ വേണ്ടി ഇപ്പൊ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള ഒരു കോച്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന് പാരലായി തന്നെ സബ് സ്റ്റാഫിന് ക്ലറിക്കിലേക്ക് മാറാനും കൂടിയുള്ള ഒരു കോച്ചിങ് ആണ് ഇപ്പോൾ ജയകുമാർ സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ SV അക്കാഡമിയും ശാരണ ഭീഷണൊക്കെ ചേർന്നുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് കേരളം പ്രൊഫഷണൽസ് എന്ന വിഷയത്തെ നമ്മൾ ഏറെ മുന്നേ തന്നെ സ്വീകരിച്ചൊരു സംസ്ഥാനം എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ഞാൻ ഈ ഒരു ആമുഖ ഭാഷണത്തിൽ ഇത്രയും സമയം എടുക്കാൻ പാടില്ല എന്ന് അറിയാം. എന്നാലും
പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഒരു സൂചന കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജയകുമാർ സാറിന്റെ സമയം ഞാൻ അധികമായി എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് പ്രൊഫഷണലിസം എന്നുള്ള ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്നൊരു കാര്യമാണ്, ആരാണ് പ്രൊഫഷണൽ എന്നുള്ള ചോദ്യം. എന്താണ് പ്രൊഫഷണലിസം എന്ന ചോദ്യം. മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ വായിച്ചവർക്ക് അറിയുന്ന കാര്യമാണ് ആരാണ് പ്രൊഫഷണൽ, എന്താണ് പ്രൊഫഷണലിസം എന്ന് ചോദിച്ചാൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് അവിടെ. അതിലൊന്ന് മാസ്റ്ററി ഓവർ ദ സബ്ജക്ട് എന്നാണ്, കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലെ നമ്മുടെ പ്രാവീണ്യം എന്നുള്ളതാണ്. എന്തായാലും ഈ വരും ദിവസങ്ങളിലെ ഈ കോച്ചിങ്ങിലൂടെ നടക്കാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഇതുവരെ സ്വായത്തമാക്കിയ അറിവിന്റെ കൂടെ കുറച്ചുകൂടി മിസ്സായ കാര്യങ്ങളും വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മളിലേക്ക് ചേർക്കാൻ, അതിലൂടെ ഈ വിഷയത്തിൽ നമുക്ക് മാസ്റ്ററി ഉണ്ടാക്കിയെടുക്കാനാണ്. എന്തായാലും എക്സാമിനേഷന് വേണ്ടി ഒരിക്കലായിരിക്കാം അല്ലേ ജയകുമാർ സാറേ, പക്ഷേ എക്സാമിനേഷന് വേണ്ടി ഒരിക്കലും മാത്രമല്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ മാത്രമേ കാണാനും പാടില്ല. എക്സാമിനേഷൻ നിങ്ങൾക്ക് ഒരു കടമ്പ കടക്കലാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ നിങ്ങളൊരു ഉയർന്ന ഉത്തരവാദിത്തത്തിലേക്ക് പോവാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സെക്കൻഡ് ലൈനാണ് അല്ലേ. ആ സെക്കൻഡ് ലൈനിലേക്ക് പോകുമ്പോൾ ഇനി ക്ലറിക്കൽ, ആ ക്ലറിക്കൽ എന്ന് പറയുന്നത് സബ്സ്റ്റാൻസും ക്ലറിക്കലിലേക്ക് പോകുമ്പോൾ അത് എപ്പോഴും നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ കാണുന്നവരാ. അപ്പൊ ആ ഫ്രണ്ട് ഓഫീസിലുള്ളവരും സെക്കൻഡ് ലൈനിലുള്ളവരും ഈ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ വിഷയത്തിൽ നല്ല ധാരണ ആവശ്യമുണ്ട്. ആ ധാരണയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ നിങ്ങളെ കാണുന്നത് ഈ ഒരു ഔപചാരിക ചടങ്ങിൽ മാത്രമായിരിക്കും, സബ്സിക്വന്റ് ആയി കാണുന്നത് ജയകുമാർ സാറും ബാക്കിയുള്ള ഫാക്കൽറ്റി ടീം ആയിരിക്കുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. പക്ഷെ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു നോളജ് മാത്രം മതിയാവില്ല ഇല്ല സാർ. അപ്പോ അതിന് അഡീഷണൽ ആയ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള നോളജ് അക്വിസിഷന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്ത് നിരന്തരമായി ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ഉദ്ഘാടന വേളയിലുള്ള ഒരു ഭാഷണത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ മാത്രമേ നമുക്ക് സബ്ജക്റ്റിലെ മാസ്റ്ററി, എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് പോകുന്ന ആൾ കഴിഞ്ഞ് 10 വർഷമോ 15 വർഷമായി വർക്ക് ചെയ്യുന്നുണ്ടാവും അവിടെ. അപ്പൊ അതിലൂടെ അയാൾ നേടിയ സബ്ജക്റ്റിലെ ആ പ്രാവീണ്യം ചെറുതൊന്നുമല്ല, പക്ഷെ അതിനെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് രണ്ടാമതൊരു ഘടകം കൂടി വരികയാണ്. പ്രൊഫഷണൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണമെന്നാണ് പറഞ്ഞത്. എന്താ പ്രൊഫഷണൽ ബോഡി? ഇപ്പോ ഒരു ഡോക്ടർക്ക് മെഡിക്കൽ കൗൺസിൽ അവിടെ ഉണ്ട്, ഒരു പ്രൊഫഷണൽ ബോഡി എന്ന രീതിയിൽ. ചാർട്ടേഡ് അക്കൗണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കമ്പനി സെക്രട്ടറി അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമുക്ക് സഹകരണ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയട്ടെ, 15 വർഷം മുന്നേ വരെ നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 15 വർഷം മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. നമ്മുടെ ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന നബാർഡ്, ആ നബാർഡ് 2010 ഒരു സംവിധാനം ഒരുക്കി. അതിന്റെ പേരാണ് സിപെക്, സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോഓപ്പറേറ്റീവ്. ആ സിപെക്കിലൂടെ അവരുദ്ദേശിക്കുന്നത് നമ്മുടെ ജീവനക്കാർക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ പാഠ്യപദ്ധതികൾ ഒരുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 15 വർഷമായി നടക്കുകയാണ്. പാക്ക് സെക്രട്ടറി കോഴ്സ് ഉണ്ട്, പിന്നെ ലോങ് ടേം 6 മാസം ദൈർഘ്യമുള്ള വേറെ 2 ഫേസസുള്ള കോഴ്സ് അവിടെയുണ്ട്. അപ്പൊ ഈ കോഴ്സുകളൊക്കെ നമുക്ക് വേണ്ടി വന്നത് കാരണം അറിയോ, നമ്മളുമായി മത്സരിക്കുന്ന സ്ഥാപനങ്ങളായ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അവർക്ക് അവരുടെ ഇന്ത്യൻ സ്റ്റോക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ABF ഒരു കോഴ്സ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, JIB അതിന്റെ സെക്കൻഡ് പാർട്ടും. അപ്പൊ ഈ JIB എക്സാമും ഫസ്റ്റ് സെക്കൻഡ് ഫേസിൽ കടന്നുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്കിലെ എംപ്ലോയീസും ഓഫീസേഴ്സും നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ അവരുമായി കോമ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ ജീവനക്കാർക്കും ആ രീതിയിലുള്ള ഒരു ഒരുക്കം ആവശ്യമുണ്ടല്ലാണ് സിപെക്ക് 15 വർഷം മുന്നേ ഈ പറഞ്ഞ 2-3 കോഴ്സുകൾ മുന്നോട്ട് കൊണ്ടത്. പക്ഷെ അത് സ്വീകരിച്ചവരുടെ എണ്ണം തെലങ്കാന പോലുള്ള സംസ്ഥാനത്തിലൊക്കെ അതിന്റെ സ്വീകാര്യത വളരെ കൂടുതലാണ്. അവിടെ സംഘങ്ങൾ മെമ്പർഷിപ്പ് എടുത്തെന്ന് മാത്രമല്ല, ജീവനക്കാർ അതിലേക്ക് വലിയ രീതിയിൽ ജോയിൻ ചെയ്തു. പക്ഷേ കേരളത്തിൽ അതിന്റെ എൻറോൾമെന്റ് താരതമ്യേന കുറവാണെന്നുള്ളതാണ്. എന്നാലും നമ്മുടെ എക്സാമിനേഷൻ ബോർഡ് ഇവിടെ ഉള്ളതുകൊണ്ടും ഈ രീതിയിലുള്ള പ്രൊമോഷൻ എക്സാമിനേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ അതിനെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മൂന്നാമത്തെ ഒരു ഘടകം വളരെ പ്രസക്തമായ ഘടകം തന്നെയാണെന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യം ഒന്ന് ആവർത്തിക്കാം. മാസ്റ്ററി ഓവർ ദ സബ്ജക്റ്റ് എന്നും മെമ്പർഷിപ്പിനെ ഓർ അഫിലിയേഷന് പ്രൊഫഷണൽ ബോഡി എന്ന് പറഞ്ഞതിന് കൂടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് അഡ്ഹറിങ് ഓർ ഫോളോയിങ് ദ പ്രൊഫഷണൽ വാല്യൂസ്. നമ്മുടെ മേഖല കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദീർഘമായ എന്ന് പറയണ്ട, ഒരു 4-5 വർഷത്തിനുള്ളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെ പറ്റിയാണ്, മേഖലയിലെ മൂല്യച്യുതിയെ പറ്റിയാണ് അല്ലെ. ആ മൂല്യച്യുതി നമ്മുടെ മേഖലയുടെ ഇമേജിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിയും സബ്ജക്ട് നോളജ് മാത്രം നേടിയാൽ പോരാ, പിന്നെയോ മൂല്യാധിഷ്ഠിതമായി കാര്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള ശേഷി കൂടി ആർജിക്കണം എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് സാധാരണ വീക്ഷണത്തോടും അതുപോലെ SB അക്കാഡമിയോടും ഒരു കാര്യം നിർദ്ദേശിക്കാനുള്ളത്, ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സിന്റെ കൂടെ നിങ്ങൾ അവരിലേക്ക്, നമ്മുടെ പാർട്ടിസിപ്പൻസിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് സബ്ജക്റ്റ് മാത്രം കൊടുക്കലല്ല, അതിന്റെ കൂടെ എന്താണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്, വളരെ ഇന്റഗ്രിറ്റിയോടുകൂടി വർക്ക് ചെയ്യാവുന്നതാണ്. ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു അണുകിട മാറാതെ, അല്ലെ, ഒരു ചെറിയ രീതിയിൽ പോലും വീഴ്ച വരാതെ അത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമാണ്. എത്തിക്കൽ വാല്യൂസിന്റെ പ്രാധാന്യം കൂടി വരുന്നു. കാരണം നമുക്ക് ഒരു ചെറിയ വിഷയങ്ങൾ അവിടെ ഇവിടെ കേൾക്കുമ്പോഴേക്കും അതിനെ എക്സാജറേറ്റ് ചെയ്യപ്പെടുകയും അത് വലിയ രീതിയിൽ നമ്മുടെ മേഖലയുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രൊഫഷണൽ ആണ് എന്ന് ചോദിക്കണമെങ്കിൽ അതിൽ ഈ പറഞ്ഞ 3 ഘടകങ്ങളെയും സമ്മിശ്രമായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കൂടി സാധിക്കട്ടെ എന്നുള്ള ആശംസ മാത്രമേ എനിക്കിവിടെ വെക്കാനുള്ളൂ. എന്തായാലും ഒരു ക്ലാസ് റൂമാണോ ഒരു ഗ്ലാസ് റൂമാണോ എന്നൊരു സംശയം എപ്പോഴും നമ്മൾ വെക്കാറുണ്ട്, അല്ലെ. ഇത് ഒരു ക്ലാസ് റൂമാണ്. ജയകുമാർ സാറിന്റെ ഒക്കെ ചലഞ്ച് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ കൈകാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു ഇതുപോലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുക. എന്തായാലും ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കുള്ള ആ ചലഞ്ചിനെ കുറച്ചും കൂടി ലഘൂകരിക്കാൻ വിദ്യാർത്ഥികളുടെ നല്ല പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എന്തായാലും എൻ്റെ ഈ ചെറുഭാഷണം ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു വാചകം എന്ന് പറയുന്നത് ചിന്തകനായ എറിക് ഹോഫറുടെ ഒരു വാചകമാണ്. എറിക് ഹോഫർ പറഞ്ഞത്, അത് ഇംഗ്ലീഷിലും പറയാം മലയാളത്തിലും പറയാം, പക്ഷെ ഇവിടെ സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല. അയാള് പറഞ്ഞത്, ഇൻ എ ടൈം ഓഫ് ചേഞ്ച് ഇറ്റ് ഇസ് ദ ലേണർ ഹു ഇൻഹെറിറ്റ്സ് എ ഫ്യൂച്ചർ എന്നുള്ളതാണ്. മാറ്റത്തിന്റെ ലോകത്ത് ഭാവിയുടെ സൗകര്യങ്ങൾ ആർക്ക് മാത്രമേ നേടാൻ സാധിക്കൂ? അത് നേടാൻ സാധിക്കുന്നത്, കരഗതമാക്കാൻ സാധിക്കുന്നത് പഠിതാക്കൾക്ക് മാത്രം. മാറ്റത്തിന്റെ ലോകത്ത് ഭാവിയുടെ സൗകര്യങ്ങൾ കരഗതമാകാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? പഠിതാക്കൾക്ക് മാത്രമാണ്. അപ്പോ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ 37 പേരുണ്ടോ എന്ന് എനിക്കറിയില്ല പഠിതാക്കളായി. എന്തായാലും എല്ലാവരും കൂടി 37 വരുമ്പോൾ ഒരു 30 പേരെങ്കിലും പഠിതാക്കളായിട്ടുണ്ടാവാം എന്ന് ഞാൻ സംശയിക്കുന്നു അരുൺ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ 30-35 പേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിതാക്കളാണ്. ആ പഠിതാക്കൾക്ക് ഭാവിയുടെ സൗകര്യങ്ങൾ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, കരഗതമാക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ ഒരു ക്ഷണത്തിനും അതുപോലെ ഈ ഒരു വേദിയിൽ എനിക്ക് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്ന മിസ്റ്റർ അരുണിനും അതിന്റെ മറ്റു ഓർഗനൈസേഴ്സിനും എല്ലാ രീതിയിലുള്ള കൃതജ്ഞത അറിയിക്കുമ്പോൾ മിസ്റ്റർ ജയകുമാർ സാറിനും അവരുടെ ടീമിനും നല്ലൊരു ആശംസ അർപ്പിക്കുകയാണ്. കാരണം ഇതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. കാരണം ഒരു ക്ലാസ് എടുക്കുക, ഒരു ട്രെയിനിങ് ക്ലാസ് എടുക്കുന്ന പോലെയല്ല ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെതായ, കാരണം അവിടെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാന്നുള്ള വലിയൊരു ടാർജറ്റ് കൂടി അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ. അതുപോലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ ഒരു സംരംഭത്തെ അതിൻ്റെതായ സ്പിരിറ്റിൽ നിന്നുകൊണ്ട്, അതിൻ്റെതായ പഞ്ചോടുകൂടി തന്നെ, അതിൻ്റെതായ എന്തൂസ്യാസത്തോടുകൂടി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിജയിക്കട്ടെ, വിജയികളാവട്ടെ, പുതിയ തലങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള ആശംസ കൂടി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശശികുമാർ സാർ. വളരെ മനോഹരമായി തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തതിന് വളരെ നന്ദി. നമുക്കറിയാം ഇനി ഒരു 27-ാം തീയതി വരെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ സംസ്ഥാന സഹകരണ എക്സാം ബോർഡിൽ പോലും ഇത്തവണ രജിസ്ട്രേഷൻ വളരെ കുറവാണ്. മിക്കവാറും എല്ലാവരും കഴിഞ്ഞ ടൈം വളരെ ഭയങ്കരമായ രീതിയിൽ എല്ലാവരും എക്സാം എഴുതി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സഹകരണ ജീവനക്കാർ എണ്ണം കുറവാണെങ്കിൽ പോലും മികച്ച നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ നൽകണം എന്നുള്ളത് തന്നെയാണ് സഹകരണ വീക്ഷണത്തിന്റെയും അത് ക്ലാസ് നടത്തുന്ന SB അക്കാദമിയുടെയും ജയകുമാർ സാർ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ തവണ അത്രയേറെ മികച്ച വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത ജയകുമാർ സാറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 2 വാക്കിൽ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സഹകരണ വീക്ഷണത്തിന്റെ സംസ്ഥാന വർക്കിംഗ് ചെയർമാനായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മുല്ലശ്ശേരി സാർ നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സാർ നമ്മുടെ ഈ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രീ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. ശശികുമാർ സാർ, ജയകുമാർ സാർ, അരുൺ. ഇപ്പോൾ സഹകരണ വീക്ഷണത്തിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പരിശീലന പരിപാടിയിലേക്ക് വന്ന എല്ലാ വിദ്യാർത്ഥികൾ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സഹകരണ വീക്ഷണം കഴിഞ്ഞ 2 തവണ ചെയ്തിട്ടുള്ള പരിശീലന പരിപാടിയും വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു.
നല്ല മികച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മൾ കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ആരംഭിച്ച ഒരു സഹകരണ വീക്ഷണം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇന്നിപ്പോൾ ഏകദേശം 6000-ഓളം മെമ്പർമാരുള്ള വലിയൊരു സ്ഥാപനമായി മാറുകയും ഒരു പ്രസ്ഥാനമായി മാറുകയും നമ്മൾ ഇപ്പോൾ സഹകരണ വീക്ഷണത്തിന്റെ അക്കാദമി, അതുപോലെ തന്നെ നമ്മുടെ സഹകരണ വീക്ഷണം ട്രസ്റ്റ് എല്ലാം രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിശീലന പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം. താങ്ക് യു ശ്രീ സാർ. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ക്ലാസ് ആണോ അതോ നമ്മുടെ ഈ എക്സാം എങ്ങനെയാണ്? നമ്മുടെ കഴിഞ്ഞ തവണയും നമ്മുടെ ഈ ഒരു അവയർനെസ് ക്ലാസ് നയിച്ച് നമ്മുടെ ജയകുമാർ സാർ തന്നെയാണ്. സഹകരണ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാറായി റിട്ടയർഡ് ആയിട്ടുള്ള കൊല്ലം സ്വദേശിയാണ് സാറ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ സാറ് പഠിപ്പിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സാറ് തന്നെ ആണ് നമ്മുടെ കഴിഞ്ഞ തവണയും ഈ ക്ലാസ്സുകൾ നയിച്ച് തുടങ്ങിയത്. ആ ഒരു ഐശ്വര്യവും ഒരു വിജയവും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിയപ്പെട്ട ജയകുമാർ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. സഹകരണ വീക്ഷണത്തിന്റെ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ICMന്റെ മുൻ ഡയറക്ടറായിട്ടുള്ള ശശികുമാർ സാർ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ മനോഹരമായി ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്നു. സാറിൻ്റെ ആ ചെറിയ ഉള്ളടക്കത്തിൽ സാർ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ ട്രെയിനിങ് നേടിയെടുക്കണം. ഒരു ട്രെയിനിങ്ങിനുള്ള യോഗ്യത നിങ്ങൾ നേടണം. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. അങ്ങനെ നിങ്ങൾ ട്രെയിനിങ്ങിന് ക്വാളിഫൈ ചെയ്യണം. ഒപ്പം ഈ ട്രെയിനിങ് നേടുന്നതോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന പുതിയ ദൗത്യത്തിൽ, അതൊന്നെങ്കിൽ സബ് സ്റ്റാഫിൽ നിന്ന് ജൂനിയർ ക്ലർക്കാകാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയോ തത്തുല്യമായ പോസ്റ്റോ ആകാം. ആ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ പുതിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് എത്തുമ്പോൾ അവിടെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ, അല്ലെ ജോലികളെ, അല്ലെ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ഈ പറഞ്ഞ വിവിധ രൂപത്തിലുള്ള ട്രെയിനിങ്ങുകൾക്ക് കഴിയും എന്നുള്ള വളരെ മനോഹരമായ പോയിന്റാണ് സാറ് പറഞ്ഞത്. അതിനോട് നമ്മൾ 100% യോജിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ട്രെയിനിങ് ആ രൂപത്തിൽ തന്നെ നിങ്ങൾ കാണുക. നമ്മളിനി ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നു. ആദ്യമായി ഈ എക്സാമിനേഷൻ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാവുന്നതുപോലെ CSCB എന്ന് 4 അക്ഷരത്തിൽ പറയുന്ന കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. സഹകരണ മേഖലയിൽ നമ്മുടെ കേരള ബാങ്കിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഒഴിച്ച് കേരള ബാങ്കിൻ്റെ പരിശീലന പരിപാടിക്ക് അവരുടെ യോഗ്യതാ പരീക്ഷയ്ക്ക് ഇപ്പോൾ അവർ CSCBയിൽ നിന്ന് മാറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് പേഴ്സണൽ സർവീസ് IBPS-നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കേരള ബാങ്ക് ഒഴികെ, നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഈ പറഞ്ഞ യോഗ്യതാ പരീക്ഷ, ക്വാളിഫയിങ് എക്സാമിനേഷൻ നടത്തുന്ന സ്ഥാപനമാണ് CSCB, കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ആ ബോർഡാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഒന്നാമത്തെ കാര്യം CSCB ആണ്. ഇനി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണോ അതോ ക്വാളിഫയിങ് എക്സാമിനേഷനാണോ? ഇതൊരു മത്സര പരീക്ഷയാണോ അതോ യോഗ്യതാ പരീക്ഷയാണോ? ഉത്തരം, ഇതൊരു മത്സര പരീക്ഷ അല്ല, മറിച്ച് യോഗ്യതാ പരീക്ഷയാണ്. അപ്പം നിങ്ങളെല്ലാവരും ആ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയാൽ മതി. യോഗ്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറയാം. എന്തായാലും യോഗ്യത നേടിയാൽ മതി. ഇനി ഈ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയില്ലെങ്കിൽ
ഒറ്റ തവണയാണോ ഈ പരീക്ഷ നടന്നത്? അല്ല. ഈ പരീക്ഷ സബ് സ്റ്റാഫിൽ നിന്നും ജൂനിയർ ക്ലർക്കിലേക്കുള്ള രണ്ടാമത്തെ പരീക്ഷയാണ്. രണ്ടാം തവണ എക്സാം ബോർഡ് നടന്ന പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ സബ് സ്റ്റാഫിൽ നിന്നും ജൂനിയർ ക്ലർക്കിലേക്കുള്ള പ്രൊമോഷൻ, സ്ഥാനക്കയറ്റത്തിനുള്ള രണ്ടാം പരീക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യ പരീക്ഷ കഴിഞ്ഞ തവണയായിരുന്നു. അതിൽ പങ്കെടുത്ത നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ പരീക്ഷ എന്നുള്ള രൂപത്തിൽ ഈ പരീക്ഷ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ക്വസ്റ്റ്യൻ്റെ നിലവാരം എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും അപ്പിയർ ചെയ്യുന്നത്, എന്തായിരിക്കണം നമ്മുടെ രീതികൾ, ഇതിനെക്കുറിച്ചെല്ലാം സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും വലിയ ആശങ്കയ്ക്കൊന്നും ഇടയില്ലാത്ത പോലെ നമ്മുടെ വീക്ഷണത്തിൻ്റെ കോർഡിനേറ്റർ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ട് ഉള്ള വിജയമാണ് സഹകരണ വീക്ഷണത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. പൊതുവിൽ സംസ്ഥാനത്ത് നോക്കിയാൽ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി മുതൽ ഉള്ള പോസ്റ്റുകളുടെ കേസിൽ നേരത്തെ തന്നെ ഈ പരീക്ഷ നടത്തി വരുന്നുണ്ട്, കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ. അത് ചില വർഷങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ തന്നെ 2 തവണയൊക്കെ പരീക്ഷയും നടത്തിയിട്ടുണ്ട്. ആവശ്യകത പരിഗണിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ നേരത്തെ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞതുപോലെ പൊതുവിൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിലും കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പഠിതാക്കളുടെ എണ്ണം കുറവാണ്. എങ്കിൽ ഇനിയും സമയമുണ്ട്. അപേക്ഷ അയക്കേണ്ട തീയതി ഈ മാസം 27 ഫെബ്രുവരി മാസമാണ്. അതുകൊണ്ട് ഇനിയും അപേക്ഷകൾ അയച്ചിട്ട് പുതിയ ആൾക്കാർ എത്തിച്ചേർന്നേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. ഇതാണ് ആ പരീക്ഷയുടെ ആവശ്യകത. ഇനി നമ്മൾ പരീക്ഷയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ഈ പരീക്ഷയ്ക്ക് വ്യക്തമായ സിലബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ സിലബസ് ഉണ്ട്. പരീക്ഷ 2 രൂപത്തിലെ പരീക്ഷയാണെന്ന് നമ്മുടെ ശശികുമാർ സാർ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സബ് സ്റ്റാഫിൽ നിന്നും ജൂനിയർ ക്ലർക്കിലേക്കുള്ള പ്രമോഷൻ. ഇവിടെ സഹകരണ സംഘത്തിലെ ജീവനക്കാരെ നിങ്ങൾക്കറിയാം, സെക്രട്ടറി മുതൽ ഇവിടെ താഴോട്ടുള്ള ജീവനക്കാരെ എടുത്താൽ പ്രധാനമായിട്ടും ജീവനക്കാർക്ക് നമ്മൾ എന്നാ ഞാൻ പറഞ്ഞത് 3 തട്ടുകളിലായിട്ട് ജീവനക്കാരെ നമ്മൾ തരംതിരിക്കും. 3 തട്ട്. ഏറ്റവും ഉയർന്ന തട്ടാണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് കേഡർ എന്ന് പറയുന്ന ഒരു തട്ട്. അതിൻ്റെ താഴെ സൂപ്പർവൈസറി കേഡർ തട്ട്, അങ്ങനെ സൂപ്പർവൈസറി കേഡർ. അതിൻ്റെ താഴെ മിനിസ്റ്റീരിയൽ കേഡർ, ഇങ്ങനെ 3 തട്ടുകളാണ്. അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് സബ് സ്റ്റാഫ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 3 കേഡറാണ്, 3 തട്ടാണ്. ഏറ്റവും മുകളിലായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് കേഡർ. ഇതിലാരെയും ഉള്ളതെന്ന് ചോദിച്ചാൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ഫാർമേഴ്സ് ബാങ്കിലാണെങ്കിൽ നമ്മളത് MD എന്ന് പറയും. നമ്മുടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിൽ അത് സെക്രട്ടറി എന്ന് പറയും. ചില അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ അത് GM എന്ന് പറയും. ഏതൊക്കെ പേരുകളിൽ അറിയപ്പെട്ടാലും ആ ഒരു ഉദ്യോഗസ്ഥനാണ് ആ തട്ടിൽ വരുന്ന ഏക വിഭാഗം. മിനിസ്റ്റീരിയൽ കേഡറിലേക്ക് വന്നാൽ ജൂനിയർ ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ് എന്നിങ്ങനെയുള്ള പോസ്റ്റുകളാണ് മിനിസ്റ്റീരിയൽ കേഡറിൽ വരുന്നത്. മിനിസ്റ്റീരിയൽ കേഡറിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ജൂനിയർ ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ്. ചീഫ് എക്സിക്യൂട്ടീവ് കേഡറിൽ ഒരേ ഒരു പോസ്റ്റേ ഉള്ളൂ, അത് നമ്മുടെ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ MD ആണ്. ഇനി ഇടയ്ക്കുള്ള ഒരു തട്ട്, ഇത് സൂപ്പർവൈസറി കേഡറാണ്. ഇനി വ്യക്തമായിട്ടൊരു നിർവചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. എങ്കിലും നമ്മുടെ സഹകരണ സംഘങ്ങളിൽ ഒരു ജീവനക്കാരൻ നിർവഹിക്കുന്ന ജോലിയെ, സഹകരണ സംഘങ്ങളിൽ ഒരു ജീവനക്കാരൻ നിർവഹിക്കുന്ന ജോലിയെ മറ്റൊരു ജീവനക്കാരൻ സൂപ്പർവൈസ്, ദാറ്റ് മീൻസ് മേൽനോട്ടം വഹിക്കുന്നിടത്താണ്
അത്യാവശ്യം സൂപ്പർവൈസറി കേഡർ തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇതാണ് ഇപ്പൊ ഒരു ജീവനക്കാരൻ ചെയ്യുന്ന ജോലിയെ മറ്റൊരു ജീവനക്കാരെ സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം ഇന്റേണൽ ഓഡിറ്റർ തസ്തിക മുതലാണ്. ഇന്റേണൽ ഓഡിറ്റർ, ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഈ തസ്തികകളൊക്കെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കേഡറായിട്ടുള്ള സൂപ്പർവൈസറി കേഡറിൽ വരുന്നത്. അങ്ങനെ ജീവനക്കാരെ നമുക്ക് പ്രധാനമായും, മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, പ്രധാനമായിട്ടും 3 തട്ടിലായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മിനിസ്റ്റീരിയൽ കേഡർ, സൂപ്പർവൈസറി കേഡർ, ചീഫ് എക്സിക്യൂട്ടീവ് കേഡർ. ഇതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് സബ് സ്റ്റാഫ്. ആരാണെന്ന് ചോദിച്ചാൽ പിയൂണോ, അറ്റൻഡറോ, നൈറ്റ് വാച്ച്മാൻ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളിലുള്ളവരാണ് സബ് സ്റ്റാഫ്. ഇങ്ങനെയാണ് ജീവനക്കാരുടെ ഒരു ഘടന പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ പ്രൊമോഷൻ പരീക്ഷ എന്ന് പറയുന്നത് സബ് സ്റ്റാഫിൽപ്പെട്ട ജീവനക്കാർക്ക് ജൂനിയർ ക്ലർക്കിലേക്കുള്ള പ്രൊമോഷനാണ്. ഇനി ചില കണ്ടീഷൻസ് ഒക്കെ നേരത്തെ തന്നെ ഉണ്ട്. ചേട്ടൻ 185 പ്രൊമോഷനാണ്. അതിനകത്ത് ചില കണ്ടീഷൻസ് നേരത്തെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾക്കും അറിയാം. എന്താ കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സബ് സ്റ്റാഫ് കാറ്റഗറി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിയൂണാകാം, അറ്റൻഡർ ആകാം, എന്ത് വേണമല്ലോ. ആ സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ കുറഞ്ഞത് 3 വർഷത്തെ സേവനം വേണം. അറ്റൻഡറായിട്ട് 3 വർഷം ഇരുന്നാലോ അത് മതി. പിയൂണായിട്ട് 3 വർഷം ഇരുന്നാലോ അത് മതി. പിയൂൺ 2 വർഷവും അറ്റൻഡർ 1 വർഷവും അത് മതി. ഏതായാലും 3 വർഷത്തെ സേവനം ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തത് SSLCയും ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ മിനിമം JDCയോ പാസ്സായിരിക്കണം. ഡിഗ്രി വേണോ എന്നെങ്ങും പറയുന്നില്ല. SSLC പ്ലസ് JDC ഉണ്ടായിരിക്കണം. HDC അല്ല കുഴപ്പമില്ല, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. പുതിയ HDC എന്നാണ് പറയുന്നത്. ഓക്കെ, അതായാലും മതി. ഏതെങ്കിലും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും അല്ല, ഇതിൽ ഈ പറഞ്ഞ യോഗ്യത ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമാണ് നേരത്തെ പറഞ്ഞിരുന്ന 2 യോഗ്യതകൾ. കണ്ടീഷൻസ്, യോഗ്യതയല്ല, ഒന്ന് കണ്ടീഷനാണ്. അപ്പം 3 വർഷത്തെ സേവനം ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് SSLCയും JDCയും ഉണ്ടായിരിക്കണം. കൂടാതെ 31/12/2024 നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിൻ്റെ അമെൻമെൻറ്റ് പ്രാബല്യത്തിൽ വന്നു. ആ തീയതിയാണ് 31/12/2024. കേരള സഹകരണ ചട്ടത്തിൽ ഭേദഗതി വന്നു. കാര്യമായ ഭേദഗതികളാണ് വന്നത്. അതിന് മുമ്പായിട്ട് തന്നെ നിയമത്തിലും ഭേദഗതി വന്നിരുന്നു. അത് 7/6/2024 വന്നു. അതോടെ നിൽക്കട്ടെ. അങ്ങനെ സഹകരണ ചട്ടത്തിൽ 31/12/2024 ചട്ടം ഭേദഗതി നിലവിൽ വന്നു. ആ ചട്ടം ഭേദഗതി നിലവിൽ വന്നപ്പോൾ നമ്മുടെ സബ് സ്റ്റാഫിന് കൊണ്ടുവന്ന പരിപാടിയാണ് ഈ പറഞ്ഞ പ്രൊമോഷൻ ടെസ്റ്റ്. അതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ലല്ലോ? ഇല്ല. എന്താ കാര്യം? അതിനു മുമ്പ് ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്, ഇത് കഴിഞ്ഞ തവണ മാത്രമായിരുന്നു ഈ പരീക്ഷ എക്സാം ബോർഡ് നടത്തിയത്. എന്താ കാര്യം? ഈ ഒരു കണ്ടീഷൻ പ്രാബല്യത്തിൽ വന്നത് 31/12/2024 എന്താ കണ്ടീഷൻ? നേരത്തെയുള്ള കണ്ടീഷൻ ഉണ്ട്. ഏത്? 3 വർഷത്തെ സേവനം, SSLC പ്ലസ് JDC. ഇതിനോടൊപ്പം ഒരു പുതിയ കണ്ടീഷൻ കൂടി ആഡ് ചെയ്തു. ഏതാത്? ഈ പറഞ്ഞ യോഗ്യതാ പരീക്ഷ ആര് നടത്തുന്നത്? CSCB. അതുകൂടാതെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ ശശികുമാർ സാർ പറഞ്ഞിരുന്ന STP എന്ന് പറയും, ഷോർട്ട് ടേം പ്രോഗ്രാം. അത് പിന്നെ നിങ്ങളെല്ലാവരും പങ്കെടുക്കും. അതിൽ ഇത്ര വലിയ വിഷയങ്ങളില്ല, കുഴപ്പമൊന്നുമില്ല. ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ജോലിക്കും ഒക്കെ വലിയ നേട്ടം തരുന്ന രൂപത്തിലാണ് ഇപ്പോൾ ICM ഉൾപ്പെടെയുള്ള, ആസ്തി ഉൾപ്പെടെയുള്ള, KIMB ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും പാസ്സാവണം, അത് ക്വാളിഫൈ ചെയ്യാണ്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം സാറ് പറഞ്ഞ പോലെ ഇൻക്രിമെൻറ്റിന് അർഹതയില്ല എന്നുള്ളതാണ്. അത് പിന്നെ മാനേജിങ് കമ്മിറ്റിയാണ് അതിൽ നിങ്ങളെ ഡെപ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പങ്കെടുത്ത് കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത്. 3+ അതുണ്ട്, അതവിടെ നിൽക്കട്ടെ.
അപ്പം ഇതാണ് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സബ് സ്റ്റാഫിൽ നിന്നും ജൂനിയർ ക്ലർക്കിലേക്കുള്ള പ്രൊമോഷൻ പരീക്ഷ. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് 10 കോടി രൂപയോ അതിൽ കൂടുതലോ, അന്നത്തെ കണക്ക് അതായിരുന്നു, 10 കോടി രൂപയോ അതിൽ കൂടുതലോ ഉള്ള ഡിപ്പോസിറ്റ് ഉള്ള സഹകരണ സംഘങ്ങളുടെ കേസിൽ അവർക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയോ അല്ലെ തത്തുല്യമായ പോസ്റ്റിലേക്കോ പ്രൊമോഷന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സാവണം. അതും കോമ്പറ്റേറ്റീവ് അല്ല, ക്വാളിഫയിങ് ആണ്. മത്സര പരീക്ഷയല്ല, യോഗ്യതാ പരീക്ഷയാണ്. യോഗ്യത നേടിയാൽ മതി. ഓക്കെ, യോഗ്യത നേടിയാൽ മതി, വലിയ സംഭവമൊന്നുമല്ല. പരീക്ഷയെ ഭയക്കണ്ട, പരീക്ഷ യോഗ്യതാ പരീക്ഷയാണ്. പിന്നെ ഈ പരീക്ഷകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു നേട്ടമൊക്കെ വരും. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, അത് എക്സാമ്പിൾ പറയാൻ തെറ്റിദ്ധാരണയൊന്നും വരരുത്, അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. നമ്മുടെ സബ് സ്റ്റാഫിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് അവരൊരു ഒരു ഒരു മത്സര പരീക്ഷയും എഴുതി വരുന്നവരല്ല എന്ന് പൊതുവെ പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, സബ് സ്റ്റാഫിൽപ്പെട്ട ജീവനക്കാരുടെ കേസിൽ അവർക്ക് പരീക്ഷ നടത്തുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. എന്നാൽ സഹകരണ വകുപ്പിൽ നിന്നോ അല്ലെ ICM പോലെയുള്ള ബോഡികളിൽ നിന്നോ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് ആ പരീക്ഷ നടന്നത്. ആ പരീക്ഷ ചിലയിടത്തൊക്കെ സുതാര്യമായി നടന്നേക്കാം, പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പലയിടത്തും പറയുന്നുണ്ട്. അതെന്തായാലും നമ്മൾ അതിൻ്റെ വശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം ഇങ്ങനെ ആ ഒരു പരീക്ഷയാണ് നടത്തുന്നത്. ആ പരീക്ഷ നടത്തി, റിട്ടേൺ എക്സാമിനേഷൻ നടത്തി, എഴുത്തു പരീക്ഷ നടത്തി, അഭിമുഖം ഇൻ്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിങ്ങൾ ഓരോരുത്തരും ആ തസ്തികയിൽ ജോയിൻ ചെയ്തത്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഈ പറഞ്ഞ എക്സാമിനേഷൻ ബോർഡിൻ്റെ ഒരു പരീക്ഷ എഴുതിയെടുക്കുമ്പോൾ നമ്മൾ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനം നടത്തുന്ന ഒരു പരീക്ഷ പാസ്സായി വന്നവരാണ് എന്നൊരു വിശ്വാസം നമ്മളിൽ വരും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ മാനേജിങ് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എക്സ്റ്റേണൽ ഏജൻസി നടത്തിയ പരീക്ഷ എഴുതി വന്നവർ മാത്രമല്ല, ഇപ്പം ഇതാ ഞങ്ങൾ എക്സാമിനേഷൻ ബോർഡ് നടത്തിയിട്ടുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായിരിക്കുന്നു, ഇതാ സർട്ടിഫിക്കറ്റ്, ഇനി പ്രൊമോഷന് ഞങ്ങളെ പരിഗണിക്കൂ എന്ന് പറയാം. അതുകൊണ്ട് പലരും കഴിഞ്ഞ തവണ ക്ലാസ്സിൽ പങ്കെടുത്ത പലരും നമ്മുടെ അരുൺ സാറിനോട് കൂടെ പറഞ്ഞിരുന്നു, സാറേ ഇതൊരു വലിയ നേട്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ യോഗ്യതാ പരീക്ഷ പാസ്സായപ്പോൾ ഞങ്ങളോട് പലരും ഇപ്പം സംശയങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. ചില സംശയങ്ങളൊക്കെ വരുമ്പോഴേ നിങ്ങളിപ്പോൾ പഠിച്ചങ്ങോട്ട് കഴിഞ്ഞല്ല ഉള്ളു, അതെന്തുവാ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് തന്നെ അവരിൽ തന്നെ വലിയൊരു ആത്മവിശ്വാസത്തിനും ഈ യോഗ്യതാ പരീക്ഷ കാരണമായിട്ടുണ്ട് എന്നാണ് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് പരീക്ഷ എഴുതുന്നതിനെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനേക്കാൾ ഉപരി നമ്മുടെ ശശിസാറ് പറഞ്ഞതുപോലെ അതിനെ കാര്യമായ രീതിയിൽ തന്നെ കാണണം. അതിന് പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം ഇതും കൂടിയാണ്. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കും. രണ്ടാമതായിട്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കാര്യം നമ്മുടെ ശശിസാറ് പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കേസിൽ സെക്രട്ടറി കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ്. സെക്രട്ടറിയുടെ അഭാവത്തിൽ സെക്രട്ടറിയുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥനാണ്. അപ്പം അതുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുന്ന ആ ഉദ്യോഗസ്ഥൻ കുറച്ചുകൂടെ കേപ്പബിൾ ആയിരിക്കണം, കുറച്ചുകൂടെ കഴിവുള്ള വ്യക്തിത്വമായിരിക്കണം. അതിന് ഒരു പരിധിവരെ ഈ പരിശീലന പരിപാടികളും അതേ തുടർന്നുള്ള ആ ഒരു യോഗ്യതാ പരീക്ഷയും നിങ്ങളെ പ്രാപ്തരാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പരീക്ഷയൊക്കെ എഴുതി ജയിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉയർന്ന ജോലി ഏറ്റെടുക്കുന്നതിന് ഒരു മാനസികമായ കഴിവ് നിങ്ങളിൽ തന്നെ വളരും. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ കഴിവോടുകൂടി, കൂടുതൽ ധൈര്യത്തോടുകൂടി, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ആ ജോലികൾ ഏറ്റെടുക്കുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഈ പരിശീലന പരിപാടിയുടെ ഒരു പ്രത്യേകത.
ഇപ്പം നമ്മുടെ ചട്ടം 50A അനുസരിച്ച് നേരത്തെ നമ്മുടെ ശശികുമാർ സാറ് സൂചിപ്പിച്ച പോലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർക്ക് ഉൾപ്പെടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ സഹകരണ മേഖല മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ആ മാതൃകയായതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സൈസാറ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ട്രെയിനിങ്ങുകളാണ്. ആ ട്രെയിനിങ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ പരീക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. ആദ്യം നമ്മൾ സബ് സ്റ്റാഫിൽ നിന്ന് തുടങ്ങുന്നു. കുറച്ച് ടോപ്പിക്കുകളൊക്കെ കോമൺ ആയിട്ട് എടുക്കാവുന്നതാണ്, കുറച്ച് ടോപ്പിക്കുകളൊക്കെ വേർതിരിച്ചും എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി സബ് സ്റ്റാഫിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പരീക്ഷ പാസ്സായി എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടൻ പ്രൊമോഷൻ കിട്ടുമോ? പലരും ചോദിക്കുന്നതാണ്. പ്രൊമോഷനെ കുറിച്ച് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ചട്ടം 185 അത് പറയുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും പ്രൊമോഷൻ തരുന്നത്. സംഘത്തിലെ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഹു ഇസ് എ കോമ്പീറ്റന്റ് അതോറിറ്റി ടു ഗിവ് പ്രൊമോഷൻ ടു ആൻ എംപ്ലോയി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, മാനേജിംഗ് കമ്മിറ്റി. പ്രൊമോഷൻ നൽകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, സീനിയോറിറ്റി ഇൻ ഫീഡർ കാറ്റഗറി. ഫീഡർ കാറ്റഗറിയിൽ സീനിയോറിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിന്നാൽ സീനിയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. യെസ്, സബ് സ്റ്റാഫിൽപ്പെട്ടവർക്ക് ഈ ജൂനിയർ ക്ലർക്ക് ആവുന്നതിൻ്റെ മനസ്സിലായി പ്രൊമോഷൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്? 31/12/2024 റൂള് വന്നപ്പോൾ, ഭേദഗതി റൂള് വന്നപ്പോൾ ചെറിയ മാറ്റം അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. നേരത്തെ നിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പോലെ 1:4 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആയിരുന്നു. എന്തോ 1 എന്ന് പറഞ്ഞാൽ 1, എന്താ 4 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് സ്റ്റാഫിൽപ്പെട്ട ഒരു ജീവനക്കാരനെ, ആദ്യം 1 തുടങ്ങുന്ന സബ് സ്റ്റാഫില്ല, സബ് സ്റ്റാഫ് ടു ജൂനിയർ ക്ലർക്ക് എന്നാ പറയുന്നത്. സബ് സ്റ്റാഫിൽപ്പെട്ട ഒരു ജീവനക്കാരനെ, നമ്മുടെ ഒരു ജീവനക്കാരനെ ആദ്യം പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്ത് എന്താക്കണം? ജൂനിയർ ക്ലർക്ക് ആക്കണം. ജൂനിയർ ക്ലർക്ക് ആക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി, നമ്മുടെ CSEB വഴി എത്ര റിക്രൂട്ട്മെന്റ് നടത്തണം? 4. മനസ്സിലായി? ആര് 4 പേരെ നിയമിക്കണം? മാനേജിംഗ് കമ്മിറ്റി. അല്ല എക്സാം ബോർഡാണോ നിയമിക്കുന്നത്? അല്ല. എക്സാം ബോർഡും PSCയും ഒക്കെ റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ്. നിയമനം നടത്തുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അങ്ങനെ 4 പേരെ ജൂനിയർ ക്ലർക്കായിട്ട് നിയമിക്കണം. ആര് നിയമിക്കണം? മാനേജിംഗ് കമ്മിറ്റി. അത് കഴിയുമ്പോൾ അടുത്ത വേക്കൻസിയിലേക്ക് ആരെ പരിഗണിക്കണം? അടുത്ത സബ് സ്റ്റാഫിൽപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സബ് സ്റ്റാഫിനെ പരിഗണിക്കും. അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാലോ, അദ്ദേഹം റിലിംഗ്വിഷ് ചെയ്താലോ അടുത്ത ആളിന് കൊടുക്കാത്രേ ഉള്ളൂ. ഇതാണ് നേരത്തെ നിലവിലുണ്ടായിരുന്ന 1:4. ചെറിയ മാറ്റം വരുത്തും. നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇപ്പോഴ് നിങ്ങൾക്കറിയാവുന്നതുപോലെ 9 ക്ലാസ് ആണുള്ളത്. അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 9 ക്ലാസ് ആണ്. 9. ഏറ്റവും ഉയർന്ന ഗ്രേഡ് എന്താ? ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്. തൊട്ട് താഴെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്. പിന്നെ ക്ലാസ് 1 മുതൽ 7 വരെ, 7ഉം 2ഉം 9 ക്ലാസ്. എന്നിട്ട് കേട്ടെ, ഏറ്റവും ഉയർന്ന ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, തൊട്ട് താഴെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, പിന്നെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7. 1 മുതൽ 7 വരെ എത്ര? 7. സ്പെഷ്യൽ ഗ്രേഡ് എത്ര? 8. സൂപ്പർ ഗ്രേഡ് എത്ര? 9. ഇങ്ങനെ ഇപ്പം എത്ര ക്ലാസ് ഉണ്ട്? 9 ക്ലാസ്. ഇനി ഒരെണ്ണം കൂടെ ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടേ. തൽക്കാലത്തേക്ക് അത് വെച്ചിരിക്കുകയാണ്. എൻ്റെ ഡ്രാഫ്റ്റ് റൂളൊക്കെ ആയിരുന്നു. ഓക്കെ, അത് വരുമ്പോൾ 10 ക്ലാസ് ആവും. 9 കൊണ്ട് സഹിക്കാൻ വയ്യായിരിക്കും. അന്നേരം ഇനി അടുത്ത 10ാമത്തെ അല്ലേ? ഇതാണ് 10ാമത് വരുന്നുണ്ട്. അതേണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിന് മുകളിൽ മറ്റൊരു ക്ലാസ് വരുന്നുണ്ട്. എൻ്റെ പേരിപ്പോൾ കൊടുത്തിരിക്കുന്നത് ക്ലാസ് 1 സ്പെഷ്യൽ സൂപ്പർ ഗ്രേഡ് എന്നാണ്. അതിനെ മാറ്റി വെക്കുക. സ്പെഷ്യൽ സൂപ്പർ അവിടെ നിൽക്കട്ടെ.
അപ്പം നമുക്കിപ്പോഴ് ഈ പറഞ്ഞ 9 ക്ലാസ് ഉണ്ട്. ഏറ്റവും ഉയർന്ന ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, തൊട്ട് താഴെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7. എങ്ങനെ? ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7. ഇതാ 7 ക്ലാസ്. അപ്പൊ ABCD എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അത് വേറെ, അത് ഓഡിറ്റ് ക്ലാസ്, അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ പറയാം. അത് ഓഡിറ്റ് ക്ലാസ്, അതവിടെ നിൽക്കട്ടെ. അത് ABCD, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉൾക്കൊള്ളുന്ന PSCSന് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് 9 ക്ലാസ് ആണുള്ളത്. നമ്മുടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടുന്നതിന് 9 ക്ലാസ്. ആ ക്ലാസ്സിൽ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, ഈ 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 3 എണ്ണം. ഒന്നുകൂടി, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, ഏറ്റവും മുകളിൽ നിൽക്കുന്ന 3 എണ്ണത്തിന് 1:4 തന്നെ നിലനിർത്തും. അവിടെ 1:4 ആണ്. എങ്ങനെ? ഇവിടെ സബ്സ്റ്റാഫിൽപ്പെട്ട ഒരു ജീവനക്കാരനെ പ്രൊമോട്ട് ചെയ്താൽ 4 പേരെ എക്സാം ബോർഡ് വഴി എടുക്കണം. ഇതാണ് 1:4. മനസ്സിലായ? ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 1:4. തൊട്ട് താഴെ ഏതാ? ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7 അല്ലേ? ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ളതിന് മാറ്റം വരുത്തി. എന്താക്കി? 1:2. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാങ്ക് എവിടെയാണ് നിങ്ങൾ ആലോചിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. 1:2 എന്നാക്കി. എന്താ 1:2 എന്ന് പറഞ്ഞാൽ? ആദ്യം നമ്മുടെ ഒരു ജീവനക്കാരനെ പ്രൊമോട്ട് ചെയ്യണം, എന്നിട്ട് 4 പേരെ എക്സാം ബോർഡ് വഴി എടുക്കണം. 2 പേരെ എക്സാം ബോർഡ് വഴി എടുക്കണം. ആ 2 പേരെ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ജീവനക്കാരനെ സബ്സ്റ്റാഫിൽപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഈ പറഞ്ഞ യോഗ്യതകളെല്ലാം നേടിയ ആളിനെ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. എവിടെയോട്ട് പ്രൊമോട്ട് ചെയ്യണം? ജൂനിയർ ക്ലർക്കായിട്ട്. പിന്നെന്ത് ചെയ്യണം? 2 പേരെ എക്സാം ബോർഡ് വഴി എടുക്കണം. ഈ പ്രക്രിയ തുടരണം. ഇതാണ് 1:2. അപ്പൊ ഇപ്പം പ്രൊമോഷനുള്ള റേഷ്യോ എത്ര എണ്ണം ഉണ്ട്? 1:4ഉം 1:2ഉം 2 എണ്ണം ഉണ്ട്. എന്ന് മുതൽ? 31/12/2024 മുതൽ. ഇത്രയാണ്. അതേതൊക്കെയാ? 1:4ഉം 1:2ഉം. 1:4 ആർക്കൊക്കെയാണ്? ക്ലാസ് 1 സൂപ്പർ, ക്ലാസ് 1 സ്പെഷ്യൽ, ക്ലാസ് 1. ഏതൊക്കെയാ? ക്ലാസ് 1 സൂപ്പർ, ക്ലാസ് 1 സ്പെഷ്യൽ, ക്ലാസ് 1. ഇത് 3 ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയോ? 1:2. 1:2. അപ്പൊ ആദ്യം എക്സാം ബോർഡ് വഴി എന്ന ഒരാളിനെ എടുക്കുന്ന അല്ല, ആദ്യം നമ്മുടെ സബ്സ്റ്റാഫിൽപ്പെട്ട ജീവനക്കാരനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇതാണ് 1:4ഉം 1:2ഉം. ഇതാണ് ഇങ്ങനെ നിങ്ങൾ യോഗ്യരാവണമെന്നുണ്ടെങ്കിൽ എന്തുകൂടി പാസ്സാകണം? നമ്മുടെ ഈ പറഞ്ഞ എക്സാം ബോർഡ് നടത്തുന്ന പരീക്ഷ കൂടി പാസ്സാവണം. അതുകൊണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് പാസ്സാവുക എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ബാക്കിയുള്ള ആൾക്കാരുടെ കേസിൽ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയോ അല്ലെ തത്തുല്യമായ ഉയർന്ന പോസ്റ്റിലേക്കോ പോകുന്നതിന് ഈ ഒരു പരീക്ഷ പാസ്സായാൽ മതി. പിന്നെ സെക്രട്ടറി ആവുന്നതിന് വേണ്ട ഒറ്റ പരീക്ഷ മാത്രം പാസ്സായാൽ. രണ്ടും നടത്തുന്നത് എക്സാമിനേഷൻ ബോർഡാണ്. ഈ 2 പരീക്ഷകളുടെ സിലബസിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ 2 പരീക്ഷകളുടെ സിലബസ്, വ്യക്തമായ സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിനെയും സ്കീമിനെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചോദിക്കാം, അതിനുശേഷം നമുക്ക് പോകാം. പറഞ്ഞു. അല്ല ഇത് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് എഴുതിയിട്ട് ഞാൻ തോറ്റുപോയ ഒരാളാണ്. നിലവില് 4 പേരെ നേരത്തെ എടുത്ത ഒരു വേക്കൻസി സൂപ്പർ ഗ്രേഡ് ബാങ്ക്, അതിലൊരാളെ പ്രൊമോട്ട് ചെയ്തു. എന്റെ തൊട്ട് താഴെയായിരുന്നു. അപ്പോ അത് കഴിഞ്ഞു, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അയാളെ. അപ്പൊ ഇനി ഇപ്പൊ വേക്കൻസി ബോർഡ് എത്രയോ ഇട്ടിട്ടുണ്ട് ഈ സഹകരണ ബോർഡിലേക്ക്. സഹകരണ ബോർഡ് പരീക്ഷ നടത്തി 4 പേരെ ഇനി ക്ലാസ് 1 അല്ലേ പറഞ്ഞു?
സൂപ്പർ ഗ്രേഡ് ബാങ്ക്. സൂപ്പർ. ഇനിയിപ്പോ 4 പേരെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. അത് എങ്ങനെയാ സാർ? ആദ്യമേ നമ്മൾ എടുത്തിട്ടാണ് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി ജോയിൻ ചെയ്തിട്ടല്ലേ നമ്മുടെ വരുന്നത്? അതേ ഉള്ളൂ. അവരെ 4 വേക്കൻസി ഉണ്ട്. അതായത് എക്സാം ബോർഡിന് നമ്മൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് എക്സാം ബോർഡ് റാങ്ക് ലിസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസി 2 മാസത്തിനകം എടുക്കണമെന്നാണ് ചട്ടം. 2 മാസത്തിനകം. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ 2 പേരെ വീതം 2 തവണയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ 4 പേരെ ഒരുമിച്ചെടുക്കുക. അതൊക്കെ ബാങ്കിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഉചിതമായ തീരുമാനം അനുസരിച്ചാണ്. ശരി. അതല്ല സാറേ, ഇപ്പോ അവര് നമ്മളവിടെ ജോയിൻ ചെയ്ത ശേഷമാണോ, അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ പ്രോസസ്സ് വരുന്നത് ഇനി വന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അയച്ചിട്ടുണ്ട്, എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷമാണോ നമ്മളെ ഇതിലേക്ക് വരുന്നത്, എടുക്കുന്നത്? തീർച്ചയായിട്ടും എക്സാമിനേഷൻ ബോർഡ് ആദ്യം എഴുത്തു പരീക്ഷ നടത്തും. ഓക്കെ. പിന്നീട് എഴുത്തു പരീക്ഷയുടെ മാർക്ക് നമ്മുടെ ബാങ്കിനെ അറിയിക്കില്ല. എഴുത്തു പരീക്ഷയുടെ മാർക്ക് അറിയിക്കാതെ ഇത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ള അവരുടെ പേരും അഡ്രസ്സും മാത്രം കൊടുക്കും. ശരി. ഒരു വേക്കൻസിക്ക് വേണ്ടി 15 പേരെയാണ് വിളിക്കുന്നത്. ഒരു ഒഴിവുണ്ടെങ്കിൽ ഒരു ബാങ്കിലേക്ക് അപേക്ഷ അയച്ച് പരീക്ഷ എഴുതി ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച 15 ആളിനെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. 2 വേക്കൻസി ഉണ്ട് 30 ആളിനെ, 3 വേക്കൻസി ഉണ്ട് 45 ആളിനെ, 4 വേക്കൻസി ഉണ്ട് 60 ആളിനെ വിളിക്കും. ഈ 60-ാമനും 61-ാമനും 62-ാമനും 63-ാമനും ഒരേ മാർക്കാണ് 63 വരെ വിളിക്കും. മനസ്സിലായി? ഇന്റർവ്യൂവിന് 1:15 എന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെ അവര് ഇന്റർവ്യൂവിൽ പങ്കെടുക്കും. ഇന്റർവ്യൂ നടത്തുന്ന മാനേജിംഗ് കമ്മിറ്റിയാണ്. ഇന്റർവ്യൂവിന് ഇടാവുന്ന പരമാവധി മാർക്ക് 20 മാർക്കാണ്. അങ്ങനെ ഈ 20 മാർക്ക് പരമാവധി ഇടാം. അങ്ങനെ മാർക്കിട്ട് എക്സാമിനേഷൻ ബോർഡിനെ അറിയിക്കും. എക്സാമിനേഷൻ ബോർഡിനെ അറിയിക്കുമ്പോഴേ എക്സാമിനേഷൻ ബോർഡ് ഈ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ അതിനു മുമ്പ് എത്ര വേക്കൻസിയാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ വേക്കൻസിയിലേക്ക് അഡ്വൈസ് മെമ്മോ വളരെ പെട്ടെന്ന് കൊടുക്കും. ഇപ്പൊ 4 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് 2 എണ്ണേ ഉടനെ അറിയിച്ചോളെങ്കിൽ 2 പേർക്ക് കൊടുക്കും. 2 പതുക്കെ മതി എന്നവരോട് പറഞ്ഞാൽ അവർ കുറച്ച് സമയമൊക്കെ കേൾക്കും, കുഴപ്പമില്ല. അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതല്ല 4 വേക്കൻസി 4 പേരെ ഞങ്ങൾ ഉടനെ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ 4 പേർക്കും അഡ്വൈസ് കൊടുക്കും. ആര് അഡ്വൈസ് കൊടുക്കും? എക്സാം ബോർഡ്. അഡ്വൈസ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിനെ സമീപിക്കും. ഏത് ബാങ്കിനെ? നിങ്ങളുടെ ബാങ്കിനെ സമീപിക്കും. ബാങ്കിനെ സമീപിക്കുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? സ്റ്റാഫ് സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവർക്ക് കൊടുക്കും. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഊഴമായി അടുത്തത്. പിന്നീട് അടുത്ത വരുന്ന പ്രൊമോഷനിൽ നമ്മൾ യോഗ്യനാണെങ്കിൽ, ഈ പറഞ്ഞ യോഗ്യതയെല്ലാം നമുക്കുണ്ടെങ്കിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അതിപ്പോ 1:4 ഈ സൂപ്പർ ഗ്രേഡ് പറഞ്ഞല്ലോ, ഇപ്പൊ അവര് 2 പേരെ എടുക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല അല്ലേ? അത് പറ്റില്ല. വേറെ സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ശരി. സാറേ, ഈ ക്വാളിഫയിങ് എക്സാം പാസ്സാകേണ്ടത് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിനാണോ സാറേ? ജൂനിയർ ക്ലർക്കിന് വേണം, അതുകൂടാതെ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് മാത്രം മതിയോ? അതോ ഇന്റേണൽ ഓഡിറ്റർ മുതൽ വേണം എന്നൊരു ഇത് കേട്ടു സാറേ, അങ്ങനെ ഉണ്ടെങ്കിലും? അത് നമ്മുടെ ചില ബാങ്കുകളിൽ ഈ പറയപ്പെടുന്ന ഇന്റേണൽ ഓഡിറ്റർ ഈ പറയപ്പെടുന്ന ഇതിന് തുല്യമായിട്ടുള്ള പോസ്റ്റാണ്. നമ്മുടെ ഫീഡർ കാറ്റഗറി അനുസരിച്ച് എന്താണ് നമുക്ക് നോക്കണം. അവിടെ നോർമൽ കേസിൽ നമ്മൾ പറയുന്നത് ഇന്റേണൽ ഓഡിറ്റർ മുതൽ മുകളിലോട്ടുള്ള പോസ്റ്റിലാണ്. പോസ്റ്റുകൾക്ക് ക്വാളിഫൈ എക്സാം വേണം. ഇന്റേണൽ ഓഡിറ്റർ ചിലടത്ത് ഇന്റേണൽ ഓഡിറ്റർ ബ്രാഞ്ച് മാനേജർ ഒരേ പോസ്റ്റ് ആയിരിക്കും. അതിന് മുകളിലായിരിക്കും അസിസ്റ്റന്റ് സെക്രട്ടറി, അതിന് മുകളിൽ സെക്രട്ടറി. ഇങ്ങനെ ആയിരിക്കും ചില ബാങ്കിന്റെ സ്റ്റാഫ് പാറ്റേണിലുള്ളത്. നോർമൽ കേസ് നമ്മൾ പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റർ മുതൽ മുകളിലോട്ടുള്ള പോസ്റ്റിന് വേണം. ഒറ്റ തവണ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മതി. അല്ല, ഇതിനിടയ്ക്ക് ഒരു സംശയം കൂടെ ചോദിച്ചിരിക്കുന്നു, അവിടെ പറയട്ടെ. 2014 മുമ്പ് ജോയിൻ ചെയ്ത ആണെങ്കിലോ എന്ന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. 2014 മുമ്പ് ജോയിൻ ചെയ്തവരാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25/11/2014 ഇത് പ്രാബല്യത്തിൽ വന്നത്. 25/11/2014 അങ്ങനെ തന്നെ ഓർമ്മ ശരിയാണ്. 25/11/2014 ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. ഏത്? ഈ പറഞ്ഞ പ്രൊമോഷൻ ടെസ്റ്റ് 1:4 എന്നുള്ള ഒരു പ്രൊമോഷൻ ടെസ്റ്റിനല്ല, പ്രൊമോഷന് വേണ്ടിയിട്ട് 1:4 എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്ന തീയതിയാണ് 25/11/2014.
അന്ന് നമ്മുടെ ജീവനക്കാരായിട്ടുള്ളവര് എവിടെ ഈ പറഞ്ഞ സബ് സ്റ്റാഫിലുള്ളവർക്ക് ഒഴിവാക്കി കൊടുത്തു. 25/11/2014 നമ്മുടെ സബ് സ്റ്റാഫായിട്ട് ഉള്ളവർക്ക് ഒഴിവാക്കി കൊടുത്തു. പിന്നീട് ഗവൺമെന്റ് ഒരു ഉത്തരവ് വെച്ചിട്ട് 1 വർഷം കൂടി എനിക്ക് തോന്നുന്നു അവർക്ക് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 വർഷം കൂടി. ഇതാണ്. പിന്നീടുള്ളവരെല്ലാം അവർ എഴുതിയെടുക്കണം. അന്ന് ഫീഡർ കാറ്റഗറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്നതിന് അവർക്ക് ഈ ടെസ്റ്റ് ബാധകമെന്ന് വെച്ചാൽ അല്ല. അന്ന് സബ് സ്റ്റാഫിൽപ്പെട്ടവരെ ഒഴിവാക്കിയിരുന്നു 25/11/2014. പിന്നീട് 1 വർഷത്തേക്ക് ഗവൺമെന്റ് അങ്ങനെ ഒരു എക്സംഷൻ കൊടുത്തെന്നാണ് എൻ്റെ ഓർമ്മ. കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. അല്ല സാറേ, ഈ സബ് സ്റ്റാഫ് എല്ലാവരും എഴുതണ്ടേ അന്നേരം? സബ് സ്റ്റാഫ് എല്ലാവരും എഴുതണം. അല്ല, 25/11/2014 ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നേ. അന്ന് അല്ല, ഈ ഭേദഗതി വന്നത് 31/12/2025 അല്ല, ഞാൻ അതല്ല അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് 25/11/2014 പ്രൊമോഷന്റെ കാര്യം പറഞ്ഞത്. പ്രൊമോഷന് വേണ്ടിയിട്ട് 1:4 എന്നുള്ള വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 25/11/2014 ഈ വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ അന്ന് ഫീഡർ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഈ പറയപ്പെട്ട 1:4 നിന്ന് ഇളവ് കൊടുത്തു. അവരെത്ര പേരുണ്ടെങ്കിലും അവരെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ആ വ്യവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി 31/12/2014 കൊണ്ടുവന്ന ഈ പരീക്ഷ, ഏത് ഈ പറഞ്ഞ യോഗ്യതാ പരീക്ഷ എല്ലാവർക്കും ബാധകമാണ്. അതിന് 25/11/2014 എന്നൊരു തീയതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് പക്ഷെ നമ്മുടെ റൂളിനകത്ത് കഴിഞ്ഞ തവണയും പലരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ എക്സാമിനേഷൻ ബോർഡിന്റെ ഈ പരീക്ഷയ്ക്കുള്ള സിലബസിൽ തന്നെ പറയുന്നുണ്ട് അപ്പൻഡിക്സ് 3 ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ബാങ്കുകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല. രണ്ടും രണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഒന്ന്, പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള 1:4 എന്നുള്ള വ്യവസ്ഥ 25/11/2014 കൊണ്ടുവന്നത്. അന്ന് കൊണ്ടുവന്ന അവസരത്തിൽ സബ് സ്റ്റാഫിൽപ്പെട്ട ആൾക്കാർക്ക് ആ വ്യവസ്ഥ ഒഴിവാക്കി. പിന്നീട് എനിക്ക് തോന്നുന്നു 1 വർഷം കൂടി അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ്. പക്ഷേ 31/12/2014 വന്ന ഈ പരീക്ഷ അന്ന് സബ് സ്റ്റാഫിലുള്ളവർ എഴുതണമെന്ന് വെച്ചാൽ എല്ലാ പേരും എഴുതണം. അത്രേ ഉള്ളൂ. ചോദിച്ചോ അതിന് സംശയം? എന്തോ ഒരു മെസ്സേജ് വന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ പറഞ്ഞത്, മെസ്സേജ് അയച്ചെന്നൂടെ ചോദിച്ചു. സാർ, അതെ, ഞാൻ ബികോം കോർപ്പറേഷൻ ആണ്. അപ്പോ നിലവില് വേറൊന്നുമല്ല, ഈ നമ്മൾ പ്രൊമോഷൻ കിട്ടി, ഈ ടെസ്റ്റ് ചെയ്ത് പ്രൊമോഷൻ കിട്ടി ജൂനിയർ ക്ലർക്ക് ആവും, പിന്നെ സീനിയർ ക്ലർക്ക്. നമുക്ക് മേളിലേക്ക് പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആയി പോകുമ്പോൾ ഈ ബികോം കോർപ്പറേഷൻ മതിയല്ലോ, ഡിഗ്രി മതിയല്ലോ. പകരം ഈ JDC-കാരിക്ക് ഇതിന് പ്രൊമോഷൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ സീനിയർ അക്കൗണ്ടന്റ് വരെ ആകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ അത്? 11/74 നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നിലവിൽ വന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ജീവനക്കാരി അന്ന് 250 രൂപയോ അതിന് മുകളിലോ ഉള്ള പോസ്റ്റുകൾക്ക് ഡിഗ്രി വേണം എന്നൊരു പഴഞ്ചൻ സമീപനമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് വന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ക്ലാസ് 1 ബാങ്കിലൊക്കെ ഏകദേശം ഇന്റേണൽ ഓഡിറ്റർ മുതലുള്ളവർക്കൊക്കെ ഡിഗ്രി വേണ്ടി വരും, എക്സംഷൻ കൊടുത്തില്ലെങ്കിൽ. എക്സംഷൻ കൊടുക്കാൻ ഗവൺമെന്റ് അധികാരമുണ്ട്. 11/74 വെച്ചാണ് പറയുന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറിക്കൊക്കെ എല്ലായിടത്തും വേണ്ടി വരും. വേറെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കില്ല, നമ്മുടെ സിലബസിലേക്ക് പോകാം. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? നല്ല ചോദ്യം. അല്ല, 1:4 31/12/2024 ഒരു മാറ്റം വരുത്തിയല്ലോ. എങ്ങനെ 1:4 എന്നുള്ളത് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിനും ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിനും ക്ലാസ് 1-നുമായിട്ട് പരിമിതപ്പെടുത്തി. ക്ലാസ് 2 മുതൽ 7 വരെയുള്ളതിന് 1:2 ആക്കി.
അതിലിനി മാറ്റം വരുത്താൻ അത് ഗവൺമെന്റിന് നയപരമായ കാര്യമാണ്. ചട്ടത്തിൽ ഭേദഗതി വരണം. അത് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് നമുക്കിപ്പോൾ അഭിപ്രായം പറയാൻ ഇവിടെ സംഘടനകളും ബാക്കിയുള്ളവരും ഒക്കെ അതിനാണ്. ജീവനക്കാരുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടനകളൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് തന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മുല്ലശ്ശേരി സാർ ഉൾപ്പെടെ ഒത്തിരി ചർച്ചകളൊക്കെ നടന്നതാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിലൊന്നും പറയില്ല. അത് സർക്കാരിൻ്റെയൊക്കെ നയപരമായ തീരുമാനമാണ്. ഓക്കെ. നിലവിൽ ഇപ്പൊ അത് അമെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനവും വന്നിട്ടില്ല. അതുകൂടെ പറയുന്നു, നിലവിൽ ഇപ്പൊ അത് അമെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനവും വന്നിട്ടില്ല. വേറെ കേരളത്തിൽ ചോദിച്ചു ബ്രാഞ്ച് മാനേജർ പ്രൊമോഷൻ കിട്ടാൻ സാധ്യത ഉണ്ടാവും സാറേ? ബാങ്കിലെ നിലവിൽ നൈറ്റ് വാച്ച്മാൻ ആണ് ആള് നിലവില്. ആൾക്ക് നമ്മളിപ്പോ ക്വാളിഫിക്കേഷൻ എക്സാം എഴുതി കഴിഞ്ഞാലും ഭാവിയിൽ ആൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു അറ്റൻഡർ പോസ്റ്റിലേക്കോ അങ്ങനെ മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. അത് കമ്മിറ്റിയാണ് അത് തീരുമാനമെടുക്കേണ്ടത്. നൈറ്റ് വാച്ച്മാൻ അല്ല, അവർക്ക് പ്രൊമോഷൻ കൂടെ സബ് സ്റ്റാഫിൽപ്പെട്ട അതെല്ലാം സബ് സ്റ്റാഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സബ് സ്റ്റാഫിൽപ്പെട്ട ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ട തീരുമാനം എടുക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അവരുടെ തീരുമാനത്തിൽ ആരും ഇടപെടില്ല. മാനേജിംഗ് കമ്മിറ്റിയാണ് കൊടുക്കേണ്ടത്. നിയമപരമായിട്ട് കൊടുക്കാവുന്നതാണ്. നിലവിൽ SSLCയും JDCയും മാത്രം മതി. പിന്നെ നിങ്ങളുടെ ഈ യോഗ്യതയും പിന്നെ ഷോർട്ട് ടൈം പ്രോഗ്രാമിലും പങ്കെടുക്കണം. ഈ 4 കടമ്പകളാവുള്ള SSLC. ഫീൽഡ് കാറ്റഗറിയിൽ എന്തോ മാറ്റമില്ല എന്ന് പറഞ്ഞാണ് അതിപ്പോ തടഞ്ഞു വെച്ചേക്കണത്. ഫീഡർ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഭരണസമിതി എഴുതിയുണ്ടാക്കി ജോയിന്റ് രജിസ്ട്രാറുടെ അംഗീകാരം നേടിയെടുത്ത ഒരു ചട്ടമാണ് ഈ പറയപ്പെടുന്ന ഈ പറയുന്ന ഫീഡർ കാറ്റഗറി. ഫീഡർ കാറ്റഗറി സബ് റൂൾ തന്നെ, ഉപനിബന്ധനയാണ്. ബൈലയിലെല്ലാം കൂടെ പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപനിബന്ധന ഉണ്ടാക്കും. അതിനെ സ്പെഷ്യൽ ബൈല അല്ലെങ്കിൽ സബ് റൂൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സബ് റൂളാണ് ഇതും. ഇതിനകത്ത് ഇപ്പം ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത് എന്നുള്ളത് ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ പേരില്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും അത് മാറ്റാം. ഒരു കുഴപ്പമില്ല. അതിന് JR വരെ പോയാൽ മതി, ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ പോയാൽ മതി. അത് ചെയ്യാവുന്നേ ഉള്ളൂ. കമ്മിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ്, കമ്മിറ്റിയുടെ വിവേചനാധികാരമാണ്. മനസ്സിലായോ? സാർ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. JR പോയായിരുന്നു, പക്ഷെ അതിനെപ്പറ്റി ആൾക്ക് ഇതോടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവര് സാങ്ഷൻ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കേരള ബാങ്കില് ഡ്രൈവേഴ്സിനെ ഉൾപ്പെടെ ക്ലർക്കാക്കി. കേരള ബാങ്കിൽ ആദ്യം ഡ്രൈവേഴ്സിനെ ക്ലർക്കാക്കിയ സഹകരണ സ്ഥാപനം പഴയ DCBകളായിരുന്നു. 29/11/2019 ജില്ലാ ബാങ്ക് ഇല്ലാതായിട്ട് കേരള ബാങ്ക് വന്നപ്പോൾ ഞാൻ കേരള ബാങ്കിൽ ഒരു 6 വർഷത്തോളം ആയിട്ടിരുന്ന അവിടെ എല്ലാവരും പ്രൊമോട്ട് ചെയ്തു. ആരെ? ഈ ഡ്രൈവർമാർ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം JDCക്ക് വരെ കഴിഞ്ഞ തവണ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറയും ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ പോസ്റ്റാണ്, അവർക്ക് ഇത്ര വർഷമാകുമ്പം അവർക്കൊരു ഗ്രേഡ് മാത്രമേ ഉള്ളൂ, അവർ യോഗ്യരല്ല എന്നൊക്കെ പറയും. ചെയ്യുന്നുണ്ട്. കേരള ബാങ്ക് ചെയ്തു ഉത്തരവ് വേണേ തരാം. ചെയ്തോട്ടെ. ഈ ഡ്രൈവർമാർക്ക് ഉണ്ടല്ലോ, അവർക്ക് പ്രൊമോഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഈ സഹകരണ സംഘങ്ങളിലുള്ളവർക്ക് ഗ്രേഡ് അങ്ങനെ എത്ര വർഷം കൂടുമ്പോഴാണ് കിട്ടുന്നത്? ഡ്രൈവേഴ്സിന്റെ ഗ്രേഡ് അത് ഞാൻ ഇപ്പം ഓർക്കുന്നില്ല, നോക്കിയിട്ട് ഞാൻ പറയാം. അടുത്ത ദിവസം ഞാൻ പറയാം. ശരി. ആദ്യത്തെ 8 എനിക്ക് തോന്നുന്നത്, നോക്കണം അത്. വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ. 25/11/2014 1:4 നിലവിൽ വന്നത്. അതിനു മുമ്പ് ജോലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇത് ബാധകമല്ല, പ്രൊമോഷൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. പിന്നീട് 1 വർഷം കൂടി അതിന് എക്സംഷൻ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. കൊടുത്തു. ഞങ്ങള് 3 പേര് കൂടിയിട്ട് 1/12/2014 കയറിയത്, 6 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാങ്ക്. അപ്പൊ ഞങ്ങൾക്ക് പ്രൊമോഷന് സാധ്യതയുണ്ടോ? ഉണ്ടല്ലോ, അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തല്ലോ. ആ കത്ത് കണ്ടില്ലായിരുന്നോ? അത് ഗവൺമെന്റ് ഒരു കത്തുണ്ടായിരുന്നു, 25/11/2014 എന്നുള്ളത് 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു.
എന്നിട്ട് പ്രൊമോഷൻ എന്തോ അംഗീകരിച്ചില്ലേ? ആരെങ്കിലും ഓഡിറ്റർമാരോ ഇൻസ്പെക്ടർമാരോ ആരെങ്കിലും അംഗീകരിച്ചില്ലേ? എന്താണ് പ്രശ്നം? എന്താ അത് പറ. അംഗീകരിച്ചിട്ടില്ലയോ? അത് അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ? അതോ സോറി സാർ, കട്ടായി പോയി. അതെ, അത് അംഗീകരിക്കാതിരുന്നോ? ഇല്ലല്ലോ. 25/11/2014 സർവീസിലുള്ളവർക്ക് 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തു. അതിനുള്ളിലുള്ളവർക്ക് ഈ 1:4 ബാധകമല്ല എന്ന് പറഞ്ഞു. അത് അംഗീകരിച്ച് തന്നിട്ടില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. 1/12/2014 ഞങ്ങൾ ജോയിൻ ചെയ്തത്. ഓ, 6 ദിവസം കഴിഞ്ഞിട്ട്. പിന്നീട് 1 ഇയർ എക്സ്റ്റൻഷൻ കൊടുത്തോണ്ട് അത് അംഗീകരിക്കുമല്ലോ. എക്സ്റ്റൻഷൻ മാത്രമല്ല സാറേ, അത് ക്വാളിഫൈങ് അല്ല, ഈ പറഞ്ഞ ഇവരുടെ എക്സാം അതിന് മുമ്പ് നടന്നതുകൊണ്ട് 1-2 കേസുകളിൽ ഹൈക്കോടതി തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. അല്ല പറഞ്ഞു. ഹൈക്കോടതി തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിധി വന്നിട്ടില്ല എന്ന് മാത്രം. അനുകൂലമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുകൂലമായിരിക്കുമല്ലോ. കാര്യം എന്താണ്, ഗവൺമെന്റ് ഓർഡർ ഉണ്ടല്ലോ, അത് 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്. അതെ അല്ലെ, അത് ഇത് തരാതിരിക്കാൻ, അങ്ങനെ തരാതിരുന്നായിട്ട് നമ്മുടെ ശ്രദ്ധയിലങ്ങും വന്നിട്ടില്ല. ഉണ്ടോ? അങ്ങനെ വന്നു. ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചപ്പോ 11 വർഷമായിട്ട് ഞങ്ങള് സബ് സ്റ്റാഫിൽ തന്നെ നിൽക്കുക. അത് മാനേജിംഗ് കമ്മിറ്റി ചെയ്യേണ്ടതാണ്. ജൂനിയർ ക്ലർക്കിൽ നിന്നും സീനിയർ ക്ലർക്കിലേക്ക് എക്സാം വേണോ? വേണ്ട. അത് വേണ്ട. ആരും അങ്ങനെ സംശയം ചോദിച്ചിരിക്കുന്നു. ജൂനിയർ ക്ലർക്കിൽ നിന്നും സീനിയർ ക്ലർക്കിലേക്ക് എക്സാം വേണമെന്ന് വേണ്ട. യോഗ്യതാ പരീക്ഷ ഒന്നുമില്ല. സീനിയർ ക്ലർക്കിൽ നിന്ന് ഡയറക്റ്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് എക്സാം എഴുതണമെന്ന്. അല്ല, സീനിയർ ക്ലർക്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഡയറക്റ്റ് സെക്രട്ടറി കൊടുക്കില്ലല്ലോ. മറ്റു സംഘങ്ങളാണ് മിസ്ലേനിയസ് വല്ലതുമായിരിക്കും സാറേ. അങ്ങനെ കൊടുത്താൽ അവിടെ വേണ്ടി വരും. വേണ്ടി വരുമോ? അപ്പൻഡിക്സ് 3 വരുന്നതിന് എല്ലാം വേണ്ടി വരും. അല്ല, ഈ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കല്ലേ സാറേ ക്വാളിഫൈ എക്സാം പറയുന്നത്? സെക്രട്ടറി പോസ്റ്റിലേക്ക് പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഇത് ഉണ്ടല്ലോ. അല്ല, അസിസ്റ്റന്റ് സെക്രട്ടറിയിലേക്ക് പറയുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയിൽ നിന്നാണല്ലോ സെക്രട്ടറിയിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അല്ല, വേണ്ടി വരുമെന്നാണോ പറയുന്നത് സാർ? വേണ്ടി വരും. പ്രൊമോഷൻ ആണെങ്കിൽ വേണ്ടി വരും. അങ്ങനെ ഒറ്റ അടിക്ക് അവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്ലേനിയസ് സംഘം ഏതെങ്കിലും ആയിരിക്കും, അല്ലേ? എംപ്ലോയീസ് സൊസൈറ്റി ഏതെങ്കിലും ആയിരിക്കും. അവർക്ക് വേണ്ടി വരും. ഏതൊരു ഈ പ്രൊമോഷൻ ഈ പറഞ്ഞ ഒരു യോഗ്യതാ പരീക്ഷയെങ്കിലും പാസ്സായിരിക്കണം. ഇതിപ്പോ ഒന്നും ഇല്ലാതെ അവർ കൊടുക്കില്ല. ഇതിനകത്തൊന്നും എക്സംഷൻ ഒന്നും കൊടുക്കരുത് എന്നൊക്കെയാണ് പൊതുവിലുള്ള വ്യവസ്ഥകൾ. അതല്ല ചോദ്യം. ഇപ്പം ജൂനിയർ ക്ലർക്ക്, ഇപ്പം ചില മിസ്ലേനിയസ് സംഘങ്ങളിൽ ക്ലർക്ക് ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ആയിരിക്കും, അക്കൗണ്ടന്റ് കഴിഞ്ഞാൽ ഡയറക്ടർ സെക്രട്ടറി പോസ്റ്റ് ആയിരിക്കും. ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ഇക്വലന്റ് പോസ്റ്റോ കാണില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും. ചെറിയ സഹകരണ സംഘങ്ങളുടെ കാര്യമായിരിക്കും ചോദിച്ചല്ലേ? അതെ. അവരുടെ കേസിൽ ഈ പറയപ്പെടുന്ന നമ്മുടെ ഈ 185-ലെ 185 10 പറയുന്ന അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായോ? ചേട്ടൻ 185 10 അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പ്രൊമോഷൻ കൊടുത്താൽ പ്രൊമോഷൻ കൊടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ ഈ പറഞ്ഞ സബ് സ്റ്റാഫിൽപ്പെട്ടവർക്ക് അവിടെയും ജൂനിയർ ക്ലർക്ക് ആവുന്നതിന് ഒരു പരീക്ഷ പാസ്സാവണം. അത് വേണം. മറ്റേതിന് വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ 10 കോടി രൂപ അതിൽ കൂടുതൽ എന്നത്തെ 2021 കാര്യമാണ് പറഞ്ഞത്. അന്നായിരുന്നു ഇതിന് ആദ്യമായിട്ട് വന്നത്. അവർക്ക് വേണ്ട. ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതേണ്ടതുണ്ടോ? ഉണ്ട്. ബ്രാഞ്ച് മാനേജർക്ക് പ്രൊമോഷൻ ടെസ്റ്റ് വേണം. വേറെ വേണം സാർ. ഇന്റേണൽ ഓഡിറ്റർ ബ്രാഞ്ച് മാനേജർ അല്ലേ വരുന്നത്? അതെ, ഇന്റേണൽ ഓഡിറ്റർക്ക് വേണമല്ലോ. അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റിനല്ലേ വേണ്ടത്? ചില സഹകരണ സംഘങ്ങളിൽ ഈ പറഞ്ഞ അത് ഒരേ പോസ്റ്റ് തന്നെ. അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഒരു കത്ത് ഇറക്കിയിട്ടുണ്ട്. ആ കത്ത് ഞാൻ ഇട്ട് തരാം. ക്ലാസ് 1 സംഘമാണോ ചോദിച്ചത്? അതേ പറഞ്ഞില്ലല്ലോ. ക്ലാസ് 1 സംഘമാണോ? ഏത് സംഘം വരുന്നത്? സൂപ്പർ ഗ്രേഡ്. അവിടെ വേണം. സാറേ ചോദിച്ചോ. അറ്റൻഡറിന് ജൂനിയർ ക്ലർക്കിലേക്ക് മാറാൻ സാറേ പരീക്ഷ എഴുതണോ? ഏതാ? അറ്റൻഡർ പോസ്റ്റ് ജൂനിയർ ക്ലർക്കിലേക്ക് മാറാൻ പരീക്ഷ എഴുതണം. അറ്റൻഡർ പോസ്റ്റ് ജൂനിയർ ക്ലർക്കിലേക്ക് പ്രൊമോഷൻ ലഭിക്കാനേ പരീക്ഷ എഴുതണം.
എല്ലാ സംഘത്തിലും എഴുതണം ഈ പരീക്ഷ. സാർ അതിന്റെ സാറ് പറഞ്ഞ യോഗ്യതാ പരീക്ഷ എഴുതണം. 2014 മുന്നേ ജോയിൻ ചെയ്ത ആളാണെങ്കിലും എഴുതണോ? അത് 1:4 കാര്യമാണ് പറഞ്ഞത്. രണ്ടും കൂടെ തെറ്റിദ്ധരിക്കരുത്. അത് 1:4 കാര്യമാണ് പറഞ്ഞത്. ഈ അമെൻമെന്റ് വന്ന 2024 2024 ഒരു അമെൻമെന്റ് വരുമ്പോൾ എങ്ങനെയാ 2014 ഒഴിവാക്കുന്നത്? ഒരിക്കലും ഒഴിവാക്കത്തില്ല. ഈ അമെൻമെന്റ് വന്ന 2024 ഈ 2024 അമെൻമെന്റ് 2014 ബാധകമല്ല എന്ന് എവിടെങ്കിലും പറയുമോ? ഒന്നും പറയത്തില്ല. തെറ്റിദ്ധാരണ. അത് നമ്മുടെ ചട്ടം 185 വായിക്കുമ്പോൾ ഒരു കോമയുടെ ഒരു പ്രശ്നം അവിടെ വന്ന്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. തീർച്ചയായിട്ടും എഴുതണം, ഒരു മാറ്റമില്ല. ഓക്കെ സാർ. ഓക്കെ. വേറെ ഏതാ? ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ല. ഏതാ? ഓ ചോദിക്കാം, ഞാൻ നമ്പർ ഇട്ട് തരാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ പരീക്ഷയുടെ സിലബസിലേക്കൊന്ന് പോകാം, ബാക്കി സംശയങ്ങളില്ലെങ്കിൽ. എന്തു പറയുന്നു? പരീക്ഷയുടെ സിലബസിന്റെ കാര്യം കൂടെ കേൾക്കാം. എന്തു പറയുന്നു? ബാക്കി സംശയങ്ങൾ നമ്മുടെ അരുൺ സാറ് തരും. എൻ്റെ നമ്പർ വരും, അതിനകത്ത് വിളിച്ചാലും മതി. ഇനിയിപ്പം നമ്മുടെ സിലബസിലേക്ക് പോകും. പലർക്കും എക്സാമിനേഷൻ ബോർഡ് വഴി കയറിയവർ ബ്രാഞ്ച് മാനേജർ പ്രൊമോഷൻ ടെസ്റ്റ് വേണം. എക്സാമിനേഷൻ ബോർഡ് വഴിയാണല്ലോ ഇപ്പം എല്ലാവരും കയറുന്നത്. എക്സാമിനേഷൻ ബോർഡ് വഴി ജൂനിയർ ക്ലർക്കായിട്ട് കയറുന്ന ആൾ ബ്രാഞ്ച് മാനേജർ ആവുന്നതിന് പരീക്ഷ എഴുതണമെന്ന് വെച്ചാൽ പരീക്ഷ എഴുതണം. 185 അനുസരിച്ചുള്ള പരീക്ഷ എഴുതണം, മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് ആ സിലബസ് ചെറുതായിട്ടൊന്ന് പറയാം. സിലബസ് കേട്ടാരും പേടിക്കുകയൊന്നും ചെയ്യരുത്. സിലബസിലെങ്ങും കാര്യമൊന്നുമില്ല. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് സബ് സ്റ്റാഫിൽ നിന്നും പ്രൊമോഷൻ ജൂനിയർ ക്ലർക്കിലേക്ക്, അത് അപ്പൻഡിക്സ് 3 എല്ലാ പേരും പാസ്സാവണം. ഇനി 2014 15 ഒക്കെയുള്ള ഒരു വ്യവസ്ഥ ബാധകമല്ല. 2014 ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്, 1:4 മാത്രമാണ്. യെസ്. ഇപ്പൊ സബ് സ്റ്റാഫിൽപ്പെട്ടവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് എഴുത്തു പരീക്ഷ നടത്തുന്നത് CSEB, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ആകെ മാർക്ക് 100 മാർക്ക്. പരീക്ഷയുടെ ചോദ്യം മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. 100 മാർക്ക്. പരീക്ഷ ജയിക്കാൻ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് 40 മാർക്ക്. പരീക്ഷ പൂർണ്ണമായിട്ടും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻസ് തരും, അതിൽ ബബിള് ഡാർക്കൺ ചെയ്ത് വെക്കണം. കണ്ണും പൂട്ടി കറുപ്പിച്ച് വെക്കാവെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. കാര്യം നോ നെഗറ്റീവ് മാർക്ക് ഇല്ല. അത് തന്നെ വലിയ നേട്ടമാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. എക്സാമ്പിൾ, ഹു എലക്ട് പ്രസിഡന്റ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡന്റിനെ കമ്മിറ്റിയിലെ പ്രസിഡന്റിനെ ആര് തിരഞ്ഞെടുക്കുന്നു ചോദിക്കുന്നു. അപ്പം നമ്മൾ ഉത്തരം എഴുതുന്നു, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയാണ്. ഹു എലക്ട് പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിക്കുന്നു. സഹകരണ സംഘത്തിലെ പ്രസിഡന്റിനെ ആര് തിരഞ്ഞെടുക്കുമെന്ന് ചോദിക്കുന്നു. ജനറൽ ബോഡി, മാനേജിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തരുന്നു. നമ്മൾ എന്തെഴുതും? മാനേജിംഗ് കമ്മിറ്റി. ഇതാണ്. നബാർഡ് ആക്ട് വാസ് ഇൻ ദ ഇയർ. നബാർഡ് ആക്ട് ഏത് വർഷമാണെന്ന് ചോദിക്കുന്നു. 81, 82, 83, 84, 4 ഓപ്ഷൻ. നമ്മൾ എഴുതുന്നു 81. NDDB ആക്ട് ഏത് വർഷമാണെന്ന് ചോദിക്കുന്നു. 86, 87, 88, 89. നമ്മൾ 87 എഴുതുന്നു. NDDB നിലവിൽ വന്ന വർഷം എത്രയാണെന്ന് ചോദിക്കുന്നു. 965 എഴുതുന്നു. ഇങ്ങനെയാണ് ആ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ രീതി. നമുക്ക് ഒരെണ്ണത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ സംശയമുണ്ട്. ഇപ്പം നബാർഡ് വന്ന 82-ലാണോ 81-ലാണോ എന്ന് ഓർക്കുന്നില്ല. 82 81 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നബാർഡ് ആക്ട് ആണ് 81, നബാർഡ് 82-ലാണോ അതോ തിരിച്ചാണോ എന്നൊക്കെ പലർക്കും സംശയം. നമുക്ക് അത് രണ്ടെണ്ണം എടുത്തിട്ട് പ്രോബിലിറ്റി 50% വരും. ഒന്ന് ധൈര്യത്തെ കറപ്പിച്ച് വെച്ചിട്ട് വരാം. എന്താ കാര്യം? നെഗറ്റീവ് ഇല്ല. പക്ഷെ PSC നടത്തുന്ന പരീക്ഷകൾക്ക് അത് പറ്റില്ല. അതുകൊണ്ടാണ് പിള്ളേരൊന്നും അങ്ങനെ ചെയ്യാതെ. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ണും പൂട്ടി കറപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. തീരെ സംശയമുള്ള അങ്ങനെ ചെയ്യാം. നെഗറ്റീവ് മാർക്ക് ഇല്ല.
അപ്പോൾ ഒന്നുകൂടി പറയുന്നു, 100 മാർക്കിനാണ് പരീക്ഷയുടെ സിലബസ് തന്നിരിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ട്. സിലബസ് മലയാളത്തിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ. 31/12/2024 അമെൻമെന്റ് റൂൾ അനുസരിച്ചാണ് നിലവിൽ വന്നത്. ഫീഡർ കാറ്റഗറിയിൽപ്പെട്ട നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ജീവനക്കാരും, സബ് സ്റ്റാഫിൽപ്പെട്ട എല്ലാ ജീവനക്കാരും, അപ്പൻഡിക്സ് 3 വരുന്ന എല്ലാ സംഘത്തിലെയും ജീവനക്കാരും, സബ് സ്റ്റാഫിൽപ്പെട്ട ജീവനക്കാർ ഇത് എഴുതണം. 100 മാർക്കിനാണ് പരീക്ഷ. ജയിക്കാൻ വേണ്ട മാർക്ക് 40 ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് കാണും, ABCD. നിങ്ങൾ ശരിയായത് തിരഞ്ഞെടുത്ത് ബബിൾ ഡാർക്കൺ ചെയ്യണം. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഒന്ന് കൂടുതൽ കറുപ്പിച്ച് നോക്കരുത്, ഒരെണ്ണേ കറുപ്പിക്കാൻ പറ്റും. ഒന്ന് കൂടുതൽ കറുപ്പിച്ചാൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഭാഗികമായിട്ട് കറുപ്പിക്കുന്നത് ക്യാൻസൽഡ് ആണ്. പൂർണ്ണമായിട്ട് കറുപ്പിച്ച് നോക്കുക. അതൊക്കെ നമ്മളെന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങ് ശരിയാവും. ഇനി ഈ 100 മാർക്കിൽ ഏതൊക്കെയാണ് വിഷയങ്ങൾ? 100 മാർക്കിൽ 80 മാർക്ക് 80 മാർക്ക് സബ്ജക്റ്റും 20 മാർക്ക് നോൺ സബ്ജക്റ്റും. യെസ്, 80 മാർക്ക് സബ്ജക്റ്റ്, 20 മാർക്ക് നോൺ സബ്ജക്റ്റ്. 80 മാർക്കിന് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ, 20 മാർക്കിന് നോൺ സബ്ജക്റ്റ്, നമ്മുടെ വിഷയമല്ലാത്ത ഇച്ചിരി കാര്യങ്ങൾ. ഇത്രയും ശരി. 80 മാർക്കിന്റെ സബ്ജക്റ്റ് ഏതൊക്കെയാ? കോപ്പറേഷൻ 40 മാർക്ക്, കോഓപ്പറേഷൻ നമ്മുടെ സഹകരണം 40 മാർക്ക്, ബാങ്കിങ് 15 മാർക്ക്, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് 15 മാർക്ക്. 40, 30, 70 എങ്ങനെ? കോപ്പറേഷൻ 40, ബാങ്കിങ് 15, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് 15. അപ്പം 40, 30, 70 സബ്ജക്റ്റ് എത്ര മാർക്കിനെന്നാ ഞാൻ പറഞ്ഞ? 80. ഇനി ഒരു സബ്ജക്റ്റ് ഇവിടെ കമ്പ്യൂട്ടർ 10. 80 അതെ. 40, 30, 70, 70, 10, 80. ഇന്ന് കോപ്പറേഷൻ തന്നെ മേടിച്ചാൽ നമുക്ക് ജയിക്കാനുള്ള സാധനമായി. പോട്ടെ. അപ്പം 40 മാർക്കിന് കോപ്പറേഷൻ, 15 മാർക്ക് ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി, ബാങ്കിങ് 15, 10 മാർക്കിന് കമ്പ്യൂട്ടർ. അപ്പം 40, 15, 55, 55, 15, 70, 70, 10, 80. എത്രയായി? 80 മാർക്ക്. 20 മാർക്കിന് നോൺ സബ്ജക്റ്റ്. ആ കുന്തം എന്തൊക്കെയാന്ന് കേട്ടെ. 5 മാർക്കിന് ഇംഗ്ലീഷ്, ചെറിയ ഇംഗ്ലീഷ്, വലിയ കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് 5 മാർക്കിന്. ടെൻസും അങ്ങനെ ചെറിയ കാര്യങ്ങൾ. സിമ്പിൾ മാത്സ്, ലഘുഗണിതം, ലഘുഗണിതമാ, വലിയ ഗണിതമൊന്നുമല്ല, 5 മാർക്കിന്. 5, 5, 10. GK 10, 20. GK 10 അങ്ങനെ 20 മാർക്കിനായി. എങ്ങനെ? ഇംഗ്ലീഷ് 5, സിമ്പിൾ മാത്തമാറ്റിക്സ് 5, GK 10, 20. നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് 80, 80, 20, 100. ഒന്നുകൂടി. സബ്ജക്റ്റ് എത്ര മാർക്കിന്? 80. സബ്ജക്റ്റ് ഏതൊക്കെ? 4 എണ്ണം. അതേതൊക്കെ? കോപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ. സബ്ജക്റ്റ് 4 ഏതൊക്കെ? കോപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ. കോപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ. കോപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ. കോപ്പറേഷൻ എത്ര മാർക്കിന്? 40. അക്കൗണ്ടൻസി എത്ര മാർക്കിന്? 15. അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റ് 15. ബാങ്കിങ് എത്ര മാർക്കിന്? 15. കമ്പ്യൂട്ടർ എത്ര മാർക്കിന്? 10 മാർക്ക്. 40, 30, 70, 70, 10, 80. യെസ്. നോൺ സബ്ജക്റ്റ് ഏതൊക്കെ? 20 മാർക്കിന് ഏതൊക്കെ? ഇംഗ്ലീഷ് 5 മാർക്ക്, സിമ്പിൾ മാത്തമാറ്റിക്സ് 5 മാർക്ക്, GK 10 മാർക്ക്. 5, 5, 10, 10, 10, 20. ഇതേ ഉള്ളൂ. 80, 20, 100. ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് 40. എളുപ്പമല്ലേ? നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇത്രയേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമല്ല. എന്നിട്ട് പറയുന്നു, സബ് സ്റ്റാഫിൽ നിന്നും ജൂനിയർ ക്ലർക്കിനുള്ള പ്രൊമോഷൻ പരീക്ഷ നടത്തുന്നത് എക്സാം ബോർഡാണ്. 31/12/2024 അമെൻമെന്റ് ആക്ട് അനുസരിച്ചാണ് ഈ ഒരു വ്യവസ്ഥ നിലവിൽ വന്നത്. ഓക്കെ. ഇനി അത് 100 മാർക്കിലാണ് യോഗ്യതാ പരീക്ഷ എക്സാം ബോർഡ് നടത്തുന്നത്. ക്വസ്റ്റ്യൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും.
ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് കാണും. 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയായ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്ത് അവരുടെ ഉത്തര സൂചികയിൽ ആ ബബിള് ഡാർക്കൺ ചെയ്ത് വെക്കണം. ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ സംഘത്തിൽ ഏറെ വർഷത്തെ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ കുറച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ഒരു സംഘത്തിലെ മിനിറ്റ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആര് എന്ന് ചോദിക്കും. ഹു ഇസ് എ കസ്റ്റോഡിയൻ ഓഫ് മിനിറ്റ്സ് ബുക്ക് എന്ന് ചോദിക്കുന്നു. നമുക്കറിയാം സഹകരണ സംഘത്തിലെ എല്ലാ ബുക്കുകളുടെയും കസ്റ്റോഡിയൻ സെക്രട്ടറിയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ പ്രസിഡന്റ്, രണ്ടാമത്തെ ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, മൂന്നാമത്തെ ഓപ്ഷൻ സെക്രട്ടറി, നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദീസ്. ഇതിനകത്ത് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ കറുപ്പിച്ച് നോക്കും, സെക്രട്ടറി. ഇത്രയേ ഉള്ളൂ. മിനിറ്റ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആര്? സെക്രട്ടറി എഴുതി വെക്കുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഓപ്ഷൻ. കുറെ കാര്യങ്ങൾ നിങ്ങൾ പരിചയമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് തന്നെ കിട്ടും, ഒരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹകരണ സംഘത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നത് ആര്? ചോദ്യം. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, ഓപ്ഷൻ ബി PSC, ഓപ്ഷൻ സി മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി ജനറൽ ബോഡി. ഏതെഴുതും? ഓപ്ഷൻ സി മാനേജിംഗ് കമ്മിറ്റി. മനസ്സിലായ? ഇതാണ് ഇങ്ങനെയുള്ള ഓപ്ഷനാണ് പറഞ്ഞത്. ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ തെറ്റിപ്പോയി. മാനേജിംഗ് കമ്മിറ്റി നമ്മൾ എഴുതിയില്ല, പകരം നമ്മൾ എക്സാമിനേഷൻ ബോർഡെന്ന് എഴുതി വെച്ചു. ശരി, നമുക്ക് മാർക്ക് പോകത്തില്ല, നമുക്ക് നെഗറ്റീവ് മാർക്ക് പോകത്തില്ല, നമുക്ക് മാർക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു നേട്ടമാണ്. നോ നെഗറ്റീവ്സ്. ഇതാണ്. ഇനി സിലബസ് പറഞ്ഞു. സബ്ജക്റ്റ് 80, നോൺ സബ്ജക്റ്റ് 20, 80, 20, 100. സബ്ജക്റ്റ് 80 മാർക്ക്, നോൺ സബ്ജക്റ്റ് 20 മാർക്ക്, അങ്ങനെ 100 മാർക്ക്. സബ്ജക്റ്റിൽ തന്നെ കോർപ്പറേഷൻ 40, ബാങ്കിങ് 15, അക്കൗണ്ടൻസി 15, കമ്പ്യൂട്ടർ IT 10 മാർക്ക്. അപ്പൊ 40, 15, 15, 10, 40, 15, 55, 55, 15, 70, 70, 10, 80. ഓക്കെ. കോർപ്പറേഷൻ 40, അക്കൗണ്ടൻസി 15, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആണ് 15, ബാങ്കിങ് 15, കമ്പ്യൂട്ടർ 10. യെസ്, കമ്പ്യൂട്ടറൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, നിങ്ങളത് കൈകാര്യം ചെയ്യുന്നേ അല്ല, അതിനകത്തൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല. യെസ്. നോൺ സബ്ജക്റ്റ് 20 മാർക്ക്. ഇംഗ്ലീഷ് 5, സിമ്പിൾ മാത്തമാറ്റിക്സ് എടുത്തു പറയുന്നു സിലബസിൽ, ലഘുഗണിതം 5 മാർക്ക്, GK 10 മാർക്ക്, 20, 80, 20, 100. ഇനി കോർപ്പറേഷൻ ഞാൻ പറഞ്ഞു 40 മാർക്കാണെന്ന് പറഞ്ഞു. അതില് ഒരു 3 തരംതിരിവൂടുണ്ട്, അതുകൂടെ പറയുന്നു. കോർപ്പറേഷനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുക. കോർപ്പറേഷൻ തിയറി, കോർപ്പറേഷൻ്റെ തിയറി ഭാഗങ്ങൾ. തിയറി ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളും കോപ്പറേറ്റീവ് ഗവേണൻസും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. തിയറി, കോർപ്പറേഷൻ്റെ തിയറി 10 മാർക്ക്. കോർപ്പറേഷൻ്റെ വർക്കിംഗ് JDCക്കൊക്കെ പോയവർക്കറിയാം. നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി, പഴയ ജില്ലാ ബാങ്ക്, കേരള ബാങ്ക്, PCARDB, പൂണെ ബാങ്ക്, ഇങ്ങനെയൊക്കെയുള്ള സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം 15 മാർക്ക്. 15, 10, 25. ഇനി 15 മാർക്ക് കിടക്കുന്നു. അതാണ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ്, 15 മാർക്ക്. ഇങ്ങനെയാണ് 40 മാർക്ക്. ഒന്നുകൂടി. കോർപ്പറേഷൻ 40 മാർക്ക്, അക്കൗണ്ടൻസി 15 മാർക്ക്, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആണ് 15 മാർക്ക്, ബാങ്കിങ് 15 മാർക്ക്, കമ്പ്യൂട്ടർ 10 മാർക്ക്. ഈ കോർപ്പറേഷൻ 40 മാർക്കിൽ കോർപ്പറേഷൻ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? കോർപ്പറേഷൻ്റെ തിയറി 10 മാർക്ക്, കോർപ്പറേഷൻ്റെ വർക്കിംഗ് സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം 15 മാർക്ക്, കോപ്പറേറ്റീവ് ലോ 15 മാർക്ക്. ഇങ്ങനെയാണ് 40. ഇതാണ് നിങ്ങളുടെ സിലബസ്. 80 മാർക്കിൽ നമ്മൾ എത്ര വാങ്ങിച്ചാൽ മതി? 40 വാങ്ങിച്ചാൽ മതി. കോർപ്പറേഷൻ തന്നെ 40 മാർക്കിനുണ്ട്. അത് ഇച്ചിരി ഓഡിറ്റിംഗ് കൂടെ എഴുതി വെച്ചാൽ തന്നെ ജയിക്കും. എത്രയാണ്? ഒരാൾ പറയുന്നത് എനിക്ക് മാത്സ് ഈ പുല്ല് കേൾക്കുമ്പോഴേ രസമില്ല, എനിക്ക് പണ്ടേ മാത്സ് ഇഷ്ടമല്ല, ഇനിയിപ്പോൾ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയാൾ വലിയ പ്രാധാന്യം കൊടുക്കണ്ടെന്ന് മാത്സിന്. വിട്ടേരെ, 5 മാർക്ക് അങ്ങ് വിട്ടേരെ, ബാക്കിയുള്ളതെന്ന് മേടിച്ചാൽ മതി. ഒരാൾ പറയുന്നത് എനിക്ക് മനസ്സിൽ കോപ്പറേറ്റീവ് ലോ എന്ന് കേൾക്കുമ്പോഴേ ഏതൊക്കെയാടാ, എനിക്ക് പണ്ടും അത് ഇഷ്ടമല്ല, JDCക്ക് പോയപ്പോൾ ഇപ്പോഴും എനിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ അത്ര വലിയ പ്രാധാന്യം കൊടുക്കണ്ട. പക്ഷേ കോപ്പറേറ്റീവ് ലോയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന ഒരു മണ്ടത്തരമാണ്. കാര്യം
നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇനി ലോ അറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ മുന്നിൽ ക്ലർക്കൊക്കെ ആയിട്ട് വരുമ്പോൾ ഷെയർ തിരിച്ചു മേടിക്കാനായിട്ട് ഒരു മെമ്പർ വന്നാൽ ആ ഷെയർ തിരിച്ചു കൊടുക്കുന്നതിന് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വ്യവസ്ഥ നമ്മൾ അറിയണം. അതറിയുന്ന നമ്മുടെ നിയമത്തിൽ കൂടിയാ, മനസ്സിലായ? അതറിയുന്നത് നമ്മുടെ നിയമത്തിൽ കൂടിയാ. അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കരുത്. എങ്കിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായാലും ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് സിലബസ്. സിലബസിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചേ. സിലബസ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ക്ലിയർ ആയിട്ടുള്ള സിലബസ് അയച്ചു തരാം. ഇത് കാണുമ്പോൾ സമാധാനമാവും. അതിനകത്തങ്ങും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സിലബസിന്റെ സംശയം ഉണ്ടായാലും ചോദിച്ചു. ബിന്ദു പറയുന്ന സിലബസ് എല്ലാം ഓക്കെയാണ്. സിലബസിൽ സംശയം വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞോ. ആർക്കെങ്കിലും സംശയമൊന്നുമില്ല? എന്നിട്ട് പറയുന്നു 100 മാർക്കിനാണ് പരീക്ഷ. പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് 40 മാർക്കാണ്. പരീക്ഷ എഴുതാനുള്ള സമയം 1.5 മണിക്കൂറാണ്. പരീക്ഷ എഴുതാനുള്ള സമയം 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇതെല്ലാം കൂടെ എഴുതി വരാൻ. ആവശ്യമില്ല ആലോചിച്ച് സമയം കളയരുത്. അത് പിന്നെ നമുക്ക് പറയാം. മനസ്സിലായി? അറിയാവുന്ന കാര്യങ്ങൾ അപ്പോഴേ എഴുതിക്കോണം. മനസ്സിലായി? സബ്ജക്റ്റ് 80 മാർക്കിനുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതിന്റെ പകുതി കിട്ടിയാലും നമ്മൾ ജയിക്കും. നോൺ സബ്ജക്റ്റ് 20 മാർക്കിനാണ്. സബ്ജക്റ്റ് 80 മാർക്കിൽ തിയറി കോർപ്പറേഷൻ 40, ബാങ്കിങ് 15, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് 15. ഇതാണ് 80 മാർക്കിന്. കമ്പ്യൂട്ടർ 10. ഇങ്ങനെയാണ് 80 മാർക്ക് സബ്ജക്റ്റ്. 20 മാർക്ക് നോൺ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് 5, സിമ്പിൾ മാത്സ് 5, 5 5 10, GK 10. ഇത്രയപ്പം നമുക്ക് അവരുടെ സിലബസായി. സബ് സ്റ്റാഫിൽ നിന്നും ജൂനിയർ ക്ലർക്കിലേക്കുള്ള പ്രൊമോഷൻ പരീക്ഷയ്ക്ക് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് തയ്യാറാക്കിയിരിക്കുന്ന സിലബസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിലുള്ളവരുടെ സിലബസ്. എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരും സബ് സ്റ്റാഫിൽ നിന്ന് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളവരാണെന്ന് തോന്നുന്നു. ഇതാണ്. മറ്റുള്ളവരും കാണും. കുറെ കോമൺ ടോപ്പിക്കുകളുണ്ട്. അത് നമ്മൾ ഒരുമിച്ചിട്ടെടുക്കും. ഇത്രയാണ്. സാറേ, ഈ ഇതില്ലേ CSEB നമ്മള് റിക്വസ്റ്റ് കൊടുക്കല്ല ഈ ക്ലർക്കുമാരുടെ നിയമനത്തിന്റെ, അത് അധികം വൈകോ സാറേ? 1 കൊല്ലമൊക്കെ എടുക്കോ ഈ പരീക്ഷ നടന്ന ഉദ്യോഗം? ഒരിക്കലും ഇല്ല. പെട്ടെന്നാണ്. ഞാൻ പറയട്ടെ, പ്രവീൺ എന്നായിരിക്കുമല്ലോ പേര്. പ്രവീൺ ജോലി എന്ന ബാങ്കിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴ് CSEB പഴയതുപോലെ അല്ല നടത്തുന്നത്. CSEBക്ക് ഒത്തിരി മാറ്റം വന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് 2, 3, 4 മാസം കൂടി ഇരിക്കുമ്പോഴാണ് ഒരു വിജ്ഞാപനം വരുന്നത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വിജ്ഞാപനത്തിനെയും അവർ തരംതിരിച്ചു. എങ്ങനെ തരംതിരിച്ചു? 3 ആയിട്ട്. മനസ്സിലായി? 1 ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിന് വേണ്ടി മാത്രം വിജ്ഞാപനം. 2 ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 രണ്ടാമത്തെ കാറ്റഗറി. 3 ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെ. ഇപ്പൊ പിള്ളേർക്കും സൗകര്യമോ കാര്യം വലിയ ഉയർന്ന ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ അവരേത് മാത്രം എഴുതിയാൽ മതി. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്. ഇപ്പൊ എന്താണ് എനിക്കൊന്ന് മലപ്പുറത്തുള്ള ഒരു ബാങ്ക്, അത് ഒരു അർബന മലപ്പുറത്തുള്ള. കൊല്ലത്തുനിന്ന് വരെ കുട്ടികൾ മലപ്പുറത്തിന് പോവുക. 1-ാം തീയതിയാണ് പരീക്ഷ. എനിക്ക് തോന്നുന്നു ബാങ്കിന്റെ പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആർക്കെങ്കിലും അറിയാം? അർബൻ ബാങ്കാണ്. മലപ്പുറത്തുള്ള അർബൻ ബാങ്ക്. അവിടെ 10 ഒഴിവുണ്ട്. 10 11 ഒഴിവുണ്ട്. അതിന് പിള്ളേരെല്ലാം പോവുക. മലപ്പുറം മാത്രമേ സെന്ററും കൊടുത്തുള്ളൂ. കാര്യം കുറെ ആളങ്ങ് ഒഴിവാവട്ടെ എന്ന് വിചാരിച്ച. മഞ്ചേരി അർബൻ ബാങ്ക് ആണോ സാറേ? കറക്റ്റ്. മഞ്ചേരി അർബൻ. അത് തന്നെ. 1-ാം തീയതി അല്ലേ പരീക്ഷ? അത് തന്നെ. അതെ. അവിടെ അപ്പൊ അവരുടെ മാത്രം പരീക്ഷയാ. അതങ്ങോട്ട് നടത്തുന്നു. വളരെ പെട്ടെന്ന് റിസൾട്ട് വരുന്നു. പണ്ടായിരുന്നു 1 വർഷം. ഇപ്പൊ രാജീവ് സാറ് നമ്മുടെ പിന്നെ ICMന്റെ ശശി സാറ് പറഞ്ഞ പോലെ ഈ അടുത്തിടെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. പിള്ളേർക്കെല്ലാം ഈ പറഞ്ഞ അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടി. അഡ്വൈസ് കൊടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡോക്ടർ റിജിൽ IAS ആണ്. പുതിയ DC ഡോക്ടർ റിജിൽ IAS. തൊട്ടു മുമ്പിരുന്ന മാഡത്തെ നിങ്ങൾക്കറിയാം. ഷെറിൻ ആയിരുന്നു. ശ്രീമതി ഷെറിൻ ആയിരുന്നു. അദ്ദേഹം IAS ആണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന. അദ്ദേഹം മാറിപ്പോയി. സഹകരണ വീക്ഷണമൊക്കെ അതിഗംഭീരമായ യാത്രയപ്പ് കൊടുത്തിരുന്നു. നിങ്ങളെ കുറെ പേരൊക്കെ പങ്കെടുത്ത് കാണും. ഇപ്പോഴത്തെ പുതിയ DC ഡോക്ടർ റിജിൽ IAS ആണ്. തൃശ്ശൂർ സ്വദേശിയാണെന്നാണ് എൻ്റെ ഓർമ്മ.
അപ്പം അദ്ദേഹമാണ് ഈ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്തത്. അതിഗംഭീരമായ ചടങ്ങായിരുന്നു. അവിടെ വെച്ചിട്ടും പ്രത്യേകം പറഞ്ഞു, ഇനി എക്സാമിനേഷൻ ബോർഡിൽ കാലതാമസം ഇല്ല, വരുന്നത് അപ്പോഴേ ലിസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് താമസം വരില്ല, ഉറപ്പ്. സാർ 5 മാസത്തിനുള്ളിൽ വരുമോ സാറേ ഇതെല്ലാം കംപ്ലീറ്റഡ് ആവോ? യെസ്, അതെ അതെ അതേ ഉള്ളൂ. മാക്സിമം 5 മാസം പോകുന്നില്ല, മാക്സിമം 5 മാസം. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, ശരി. വേറെ ക്ലാസിഫിക്കേഷന്റെ ഏതാണ്ട് ഒരെണ്ണം ചോദിച്ചിരിക്കുന്നല്ലോ, പറഞ്ഞേ. ആരോ ഒരാൾ ദിവ്യ എന്നാ, മറ്റോ ഞാൻ മെസ്സേജ് പെട്ടെന്ന് പോയി, ഒന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ശരി സാറേ, പറഞ്ഞു. 2014 ജോയിൻ ചെയ്തതാണ് പ്യൂണായിട്ട്. 2014 ജനുവരിയിൽ. 2016 ജൂനിയർ ക്ലർക്കായിട്ട് പ്രൊമോഷനും കിട്ടി. അത് ഈ പ്രൊമോഷൻ കിട്ടിയിട്ട് ഇപ്പൊ 8 വർഷമായി. ജൂനിയർ ക്ലർക്ക് പോസ്റ്റിൽ തുടരുക. പക്ഷെ ഈ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയിട്ടില്ല. പ്രൊമോഷൻ ടെസ്റ്റ് എഴുതാതെ ജൂനിയർ ക്ലർക്കായിട്ട് ഇപ്പൊ അതിനൊന്നുമില്ല. 31/12/2014 ശേഷം പ്രൊമോഷൻ കൊടുക്കുന്നവർക്ക് മതി. ഓക്കെ 2014 അല്ലല്ല, ഈ ചട്ടം നിലവിൽ വന്ന ശേഷം പ്രൊമോഷൻ കൊടുക്കുന്നവർക്ക് മതി. ഏത് 31/12/2024 എക്സാമിന് എഴുതണമെന്നുള്ളതോ? 31/12/2024 ചട്ടം ഭേദഗതി വന്നേ. അതിനുശേഷം പഴയ ആൾക്കാർക്ക് കൊടുക്കുന്നിരിക്കട്ടെ, അങ്ങനെ കൊടുത്താൽ 24 സബ് സ്റ്റാഫിന്റെ 31/12/2024 എന്നല്ലേ? 25 25 അല്ല, ഈ സബ് സ്റ്റാഫിന്റെ ചട്ടം ഭേദഗതി വന്നത് ഈ കഴിഞ്ഞ ഇതിനല്ലേ? അത് തന്നെ, നമ്മളൊരു പരീക്ഷ നടത്തിയില്ലേ? 25 അപ്പൊ സാറേ, നമുക്കിത് കുഴപ്പമില്ല. ഈ ഇപ്പം ജൂനിയർ ക്ലർക്ക് ആയിട്ടുള്ളവർക്ക് ഇവരിനി എഴുതുമ്പം ഈ സബ് സ്റ്റാഫിന്റെയും സീനിയർ ചീഫ് അക്കൗണ്ടന്റിന്റെയും കൂടെ ഒന്നിച്ച് എഴുതണമെന്നൊന്നും ഇല്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. ഈ പുതിയ ചട്ടം വന്ന 31/12/2024. 25 ആദ്യത്തെ പരീക്ഷ നടന്നു. അത് എഴുതണമെന്ന് പറഞ്ഞു 31/12/2024 ശേഷം നേരത്തെ ഉള്ള ആളിന് പ്രൊമോഷൻ കൊടുത്തെന്നിരിക്കട്ടെ, കൊടുത്താൽ അവരെഴുതണം. ഇത്രയേ ഉള്ളൂ. ശരി. ഓക്കെ, ഇനി നമുക്കുള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറി മുതൽ ഉള്ളവരുടെ പ്രൊമോഷൻ സിലബസിന്റെ കാര്യമാണ്. അതിപ്പോ ഇതങ്ങ് നീണ്ടുപോയിട്ട് നമുക്കത് അടുത്ത ദിവസം പറയാം. അതുപോലെ തുടക്കത്തിലെ നിങ്ങളെല്ലാവരും പിടിച്ചു വെച്ച് കൊല്ലുന്നത് ശരിയല്ലല്ലോ. അടുത്ത ദിവസം പറഞ്ഞാൽ പോരെ? നിർത്തുവോ? അതോടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേരെ, ഓടിച്ചൊന്ന് പറഞ്ഞേരെ. അല്ല, അടുത്ത ദിവസം പോരെ? അല്ല, ഞാൻ പറഞ്ഞേക്കാം, ശ്രദ്ധിക്കാം. അതില് സിലബസ് ഒരു ശകലം കൂടുതൽ അവർ പറയുന്നുണ്ട്. എന്നത് കാര്യമൊന്നുമില്ല, സിലബസ് ഇച്ചിരി പറയുന്നുണ്ട്. സിലബസ് ഇങ്ങനെയാണ്. ഇത് ഈ ഓർഡർ വന്ന 13/4/2021 ഈ പുതിയ സിലബസ് പ്രകാരമുള്ള ഓർഡർ വന്നത്. അതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. 13/4/2021 ഗവൺമെന്റിന്റെ പുതിയ ഓർഡർ വന്നിരിക്കുന്നത്. ജിയോ 249/21 ജിയോ നമ്പർ, ഗവൺമെന്റ് ഓർഡറിന്റെ നമ്പർ 249/21 എന്നാണ്. ഓക്കെ, ആ സിലബസിലേക്ക് ഞാൻ പോവുകയാണ്. സിലബസ് ജസ്റ്റ് ഒന്ന് കുറിച്ചെടുക്കുക, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത ദിവസം പറയാം. അതാണ് ഒന്ന്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ 15 മാർക്ക്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ NCUIന്റെ കാര്യം, ബഡ്ജറ്റിന്റെ കാര്യം, കോപ്പറേറ്റീവ് ഗവേണൻസിന്റെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ 15 മാർക്ക് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിങ്, ഒരുമിച്ച മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻസും പ്രിൻസിപ്പിൾസ് 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത്തിരി അക്കൗണ്ടൻസിനുണ്ട് 20 മാർക്ക്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ 15, മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിങ് 20, 35ആയി. ബാങ്കിങ് 25 മാർക്ക്. നമ്മുടെ KYC എന്തുവാ, നോ യുവർ കസ്റ്റമർ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണ്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ 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 കാര്യങ്ങൾ. ബാങ്കിങ് 25 മാർക്കുണ്ട്. ബാങ്കർ കസ്റ്റമർ റിലേഷൻ എന്താണ്, നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്രയാ 25 മാർക്ക്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ 15, മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിങ് 20, ബാങ്കിങ് 25, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ 15, നമ്മുടെ കമ്പ്യൂട്ടർ
സോഫ്റ്റ്വെയറിന്റെ കാര്യം 15 മാർക്ക്. അടുത്തത് ഇപ്പം 15, 20, 35, 35, 25, 35, 40, 20, 60, 60, 15, 75, 75. അതർ അലൈഡ് സബ്ജക്ട് 5 മാർക്ക്. അതർ അലൈഡ് സബ്ജക്ട് ഇതൊന്നും അല്ലാത്ത മറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സഹകരണമായിട്ട് ബന്ധപ്പെട്ടാണ്. കോപ്പറേറ്റീവ് വെൽഫെയർ ഫണ്ട് ബോർഡ്, നമ്മുടെ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ബോർഡ്, ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ 5 മാർക്ക്. ഇപ്പം എത്ര 80 മാർക്കായി. ഒന്നുകൂടി. ജനറൽ അഡ്മിനിസ്ട്രേഷൻ 15, മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിങ് 20, 15, 20, 35, ബാങ്കിങ് 25, 35, 5, 40, 20, 60, സോഫ്റ്റ്വെയർ 15, 60, 15, 75, അതർ അലൈഡ് സബ്ജക്ട് 80. ഇനി ഒരെണ്ണേ ഉള്ളു, അത് നമ്മുടെ പ്രിയപ്പെട്ട KCS ആക്ട് ആൻഡ് റൂൾസ് 20, 100 മാർക്ക്. KCS ആക്ട് ആൻഡ് റൂൾസ് ആൻഡ് അതർ ലാസ്, അതർ ലാ ഒന്നുമില്ല എങ്കിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. KCS ആക്ട് ആൻഡ് റൂൾസ് ആൻഡ് അതർ ലാസ് 20, ഇതാണ് 100 മാർക്ക്. ഇത് KCS ആക്ട് ആൻഡ് റൂൾസ് നമ്മുടെ പ്രൊമോഷൻ സബ് സ്റ്റാഫിൽപ്പെട്ടവർക്കും നമുക്ക് ഒരേപോലാണ്. ബാങ്കിങ് ഏകദേശം ഒരുപോലാണ്. 20, 25, 45 മാർക്കിന് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാർക്കുള്ളത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇത്തിരി വ്യത്യാസമാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ വ്യത്യാസം. ഇത്രയേ ഉള്ളൂ. എന്നോട് പറയുന്നു, ജനറൽ അഡ്മിനിസ്ട്രേഷൻ 15 മാർക്ക്, മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിങ് 20 മാർക്ക്, ബാങ്കിങ് 25 മാർക്ക്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ 15 മാർക്ക്, അതർ അലൈഡ് സബ്ജക്ട് 5 മാർക്ക്, KCS ആക്ട് ആൻഡ് റൂൾസ് 20. ഒന്നുകൂടി. KCS ആക്ട് ആൻഡ് റൂൾസ് 20, അതർ അലൈഡ് സബ്ജക്ട് 5, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ 15, ബാങ്കിങ് 25, മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിങ് 20, ജനറൽ അഡ്മിനിസ്ട്രേഷൻ 15. ഇത് ഈ ആക്ട് ആൻഡ് റൂള് 20 മാർക്കും ബാങ്കിങ് 25 മാർക്കും 45 മാർക്ക്, അതിൽ നിന്ന് തന്നെ 40 മാർക്ക് മേടിക്കുക. പിന്നെ ബാക്കിയുള്ളതിന് എന്തിനു ബോധർ ചെയ്യുന്നു? ആക്ട് ആൻഡ് റൂൾ എന്തായാലും നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് അറിയാവുന്ന 20 മാർക്ക് എന്ന് കിട്ടും. ബാങ്കിങ് 15, 25 മാർക്ക്, 25, 20, 45 പിന്നെ തന്നെ അതർ അലൈഡ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ LIC ലിങ്ക്ഡ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റിയും നമ്മുടെ വെൽഫെയർ ബോർഡും ബാങ്കിങ് ഓംബുഡ്സ്മാനും നമ്മുടെ ഓംബുഡ്സ്മാനും റിസ്ക് ഫണ്ട് വഴി മരണപ്പെട്ടാൽ എത്രയാണ് മരണാനന്തര ധനസഹായം മാക്സിമം കൊടുക്കുന്നത്? 3 ലക്ഷം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് 100 മാർക്കിലാണ്, ജയിക്കാൻ 40 മാർക്ക്. ഇതാണ് സിലബസ്. സിലബസ് കണ്ട് പേടിക്കരുത്, അതുകൊണ്ടാണ് അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞത്. അപ്പം ഇപ്പോഴും തന്നെ കേൾക്കണം. ഇത്രയേ ഉള്ളൂ സിലബസ്. ഇവിടെ കിട്ടിയാ ചോദിച്ചവരുടെ അനക്കമില്ല. ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷനിൽ വയ്ക്കാൻ പ്രൊമോഷൻ ടെസ്റ്റ് ആവശ്യമുണ്ടെന്ന് പറയുന്ന ഗവൺമെന്റ് ഓർഡർ നമ്പർ. ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ നടത്താൻ ഇത് വേണമെന്ന് പറഞ്ഞാൽ 185(10) ചട്ടം 185 നോക്കിയാൽ മതി. 185 എൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. അതിന് പ്രത്യേകിച്ച് ഓർഡർ വേണ്ട. നിയമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് പിന്നീട് ഓർഡറിൻ്റെ കാര്യമില്ല. ഏറ്റവും മുകളിൽ നിയമം, അതിൻ്റെ താഴെ ചട്ടം, അതിൻ്റെ താഴെയുള്ളൂ ബാക്കി കാര്യങ്ങൾ. നിയമത്തിൽ തന്നെ പറഞ്ഞിരുന്നാൽ പിന്നെ പ്രത്യേകിച്ച് ആവശ്യമില്ല. പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ എക്സാമിനേഷൻ ബോർഡിനെ ഏൽപ്പിക്കുന്നത് നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ വേണമെങ്കിൽ ഓർഡർ ഇട്ട് തരാം. യെസ്, ഇത്രയേ ഉള്ളത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം, അത് മതി. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 1:4 എന്നുള്ളതിന് എന്തെങ്കിലും വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ അല്ല 1:4 എന്നുള്ള നമ്മുടെ ഈ ചട്ടം 185 പറഞ്ഞിരിക്കുന്നേ, പ്രൊമോഷൻ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നേ. ഇപ്പൊ 4 പേര് എടുത്തു കഴിഞ്ഞാൽ അവര് ഇത്ര കൊല്ലത്തിനുള്ളിൽ പ്രൊമോഷൻ ചെയ്യണം സബ് സ്റ്റാഫിന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സബ് സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. 3 വർഷം കഴിഞ്ഞിരിക്കണം, SSLC + JDC, ഇപ്പൊ ഈ നമ്മൾ നടത്താൻ പോകുന്ന നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ, പിന്നെ ഷോർട്ട് ടൈം പ്രോഗ്രാം, ഇത്രയും 4 കടമ്പകളാണ്. അല്ലാതെ വേറെ വാലിഡിറ്റി അങ്ങനെയൊന്നുമില്ല. ഇവരെ പ്രൊമോട്ട് ചെയ്തിട്ട് നിയമനം നടത്തിയിട്ട് ഇവരെ 4 പേരെ പ്രൊമോട്ട് ചെയ്ത് ഇവരെ 4 പേരെ എക്സാം ബോർഡ് വഴി എടുത്തു കഴിയുമ്പോഴേ തൊട്ടടുത്ത മാസം ഒഴിവന്നിരിക്കട്ടെ, പ്രൊമോട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനൊന്നുമില്ല. നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന ഒഴിവിലേക്കല്ലേ, ഒഴിവില്ല പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് നമ്മൾ സൂപ്പർ ന്യൂമറി പോസ്റ്റ് എന്ന് പറയും. അതിന്റെ ആവശ്യകത വിശദീകരിക്കണം, അതുകൊണ്ട് അത് നടക്കത്തില്ല. മനസ്സിലായോ? ഒരു ഒഴിവില്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സൂപ്പർ ന്യൂമറി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് പക്ഷെ വലിയ പാടാ, അതിലേക്കൊന്നും നമ്മൾ ഇപ്പൊ ചിന്തിക്കണ്ട. ശരി, ഓക്കെ.
ഓക്കെ, ബാക്കിയുള്ളവർക്ക് അപ്പൊ അടുത്ത ദിവസം എന്താ പറയുന്നു? അടുത്ത ദിവസം പോരെ? നമ്മൾ പതുക്കെ തുടങ്ങത്തുള്ളൂ, നിങ്ങൾ ധൃതിയൊന്നും പിടിക്കണ്ട. ഏതാ? അടുത്ത ദിവസം നമുക്ക് എടുത്താ പോരെ? അടുത്ത ദിവസം പതുക്കെ നമുക്ക് തുടങ്ങാം. അടുത്ത ദിവസം ഒന്നും ക്ലാസ് തുടങ്ങത്തില്ല, സംഘത്തിന്റെ കാര്യമൊക്കെ പറയത്തേ ഉള്ളൂ, പിന്നീടേ ഉള്ളൂ ക്ലാസ് തുടങ്ങുന്നത്, പേടിക്കാനൊന്നുമില്ല. ശരി, ഓക്കെ സാറേ. നമ്മുടെ SP അക്കാദമിയുടെ സോനയും കൂടെ ഉണ്ട്. ഓ പറയട്ടെ നന്ദി പറഞ്ഞ് നമുക്ക് ഓക്കെ 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 ഓക്കെ. ഉണ്ടായിരുന്നു സോനമ്മ? ഹലോ. ആ എന്നാ ലൈനിലില്ലെന്ന് തോന്നുന്നു. ഓക്കെ സാറേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.